അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. आप हमसे बातें कर रहे थे, आपके उस प्रेम के लिए धन्यवाद प्रभु। ഞങ്ങളെന്ന് നിൻ്റെ പാദപീഠത്തിൽ അടുത്തു വരുന്നു അന്നെല്ലാം ഞങ്ങളോട് നീ സംസാരിക്കാറുണ്ട്. प्रभु जब भी हम आपके चरणों पर आते हैं, आप तभी सब हमसे बातें करते हो। കഴിഞ്ഞ 5 വർഷം അങ്ങയുടെ ശബ്ദത്തിന് ഞങ്ങളുടെ ഇടയിൽ ഒരു കുറവില്ലായിരുന്നു. और पिछले 5 साल आपकी आवाज की हमारे बीच कोई भी कमी नहीं थी। ഈ 6ാം വർഷവും വളരെ സ്പീഡിൽ അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ അടുക്കലെത്തുന്നതിനാൽ സ്തോത്രം. और इस छठे साल में भी बहुत ही तेजी से आपकी आवाज हमारे पास आ रही है, इसके लिए धन्यवाद प्रभु। നീ ഞങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. आप हमें चंगाई कर रहे हो, उस कृपा के लिए हम आपको धन्यवाद देते हैं। നീ ഞങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. आप हमें छूते ही रह रहे हो, इसके लिए धन्यवाद प्रभु। ഇന്നിവിടെ എത്തിയവരാരും എത്തിയതല്ലല്ലോ, നീ കൊണ്ടുവന്നതാണല്ലോ. आज यहाँ पर आए लोग वो खुद से नहीं आए, पर प्रभु आपने उनको यहाँ लाया। നീ അവരെ കൊണ്ടുവന്നത് വിശേഷപ്പെട്ടത് അവരിൽ പകർന്നയക്കാനാണ്. और आपने उनको इस उद्देश्य के साथ लाया कि एक खास चीज उनके ऊपर उंडेला जाए। നീ ജനത്തിന്റെ മേൽ പകർന്നു കഴിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം. और आपने इन बच्चों पर जो कृपा को उंडेल दिया है, उसके लिए ഇനി धन्यवाद। എന്തെങ്കിലും ദൈവശബ്ദം അവരുടെ കാതിൽ എത്താനുണ്ടെങ്കിൽ അതുകൂടെ നീ അവർക്ക് കൊടുക്കണം. और भी आपकी आवाज कोई इन बच्चों के दिलों में जाना है, तो प्रभु आप उसे सुनाना। ആമേൻ. നിന്നെ അനുഭവിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. प्रभु आपको अनुभव करने का मौका ही हमारी जिंदगी का सबसे बड़ा सौभाग्य है। നിന്നെ ഒന്ന് തൊടാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം ഇല്ലപ്പാ. अगर हम एक बार भी छू पाए प्रभु, उससे बड़ा सौभाग्य चीज और कुछ नहीं है। ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നീ തന്ന രക്ഷയാണ്. और आपने हमको दिया उद्धार, हमारे जिंदगी का सबसे बड़ा सौभाग्य। അതിനേക്കാൾ വലുതൊന്നും ഞങ്ങൾക്ക് ഇനിയും കിട്ടാനില്ല. उससे बड़ा और कुछ हमारे जिंदगी में हमको पाने नहीं है प्रभु। ഇനിയും കിട്ടുന്നതെല്ലാം അതിന് കീഴിലുള്ളതാണ്. बाकी और जो भी हमको आगे मिलेगा वो सब इनके नीचे है। ഞങ്ങൾക്ക് ഇനി ഏറ്റവും വലിയ കൊതി അപ്പനെ ഒന്ന് കാണണം. और हमारी सबसे बड़ी इच्छा यही है प्रभु कि हमें पिता को അപ്പന്റെ देखना കൂടെ है, വസിക്കണം. हमको पिता के साथ रहना है। ഞങ്ങളെ മുറ്റും അതിനു വേണ്ടി സമർപ്പിക്കും. हम उसके लिए पूर्ण रूप से अपने आप को समर्पित करते നീ हैं। എല്ലാ ഹൃദയങ്ങളെയും തൊടും. आप सभी हृदय को छुओगे, നീ മുറിവുകളെ കെട്ടും. सारे दर्द को आप उस पर मलमल लगाओगे, നീ മുറിവുകളെ കെട്ടും. आप उन सारे चोट को बांधोगे, നീ അവരെ സന്തോഷം കൊണ്ട് പൊതി. आप उन्हें आनंद से लिपट लोगे സമാധാനം കൊണ്ട് നിറയ്ക്കും. और आप उसे समाधान से भरोगे। അവരെ നീ ഒരു അത്ഭുതമാക്കും. आप उन्हें एक चमत्कार बनाओगे। പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना, इसके लिए धन्यवाद। യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में मांगते हैं। 2 കരങ്ങളും ചേർത്തടിച്ച് കർത്താവിന് മഹത്വം. दोनों हाथों से ताली बजाकर परमेश्वर को महिमा करें। എല്ലാവർക്കും സ്നേഹവന്ദനം. सभी को जय मसीह की। നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അബ്രഹാം. क्योंकि इब्राहिम ऐसा एक व्यक्तित्व है जिसके बारे में हमने इस कलीसिया में सबसे ज्यादा प्रचार किया। അബ്രഹാമിൻ്റെ വിശ്വാസം, इब्राहिम का विश्वास, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. इब्राहिम जो विश्वासियों का पिता है। വിശ്വാസം പഠിക്കണമെങ്കിൽ, ഒരു മനുഷ്യനിൽ നിന്ന് വിശ്വാസം പഠിക്കണമെങ്കിൽ അത് അബ്രഹാമിൽ നിന്ന് പഠിക്കാൻ പറ്റും. अगर एक व्यक्ति की जिंदगी से विश्वास को सीखना है तो वो केवल इब्राहिम की जिंदगी से है। ആമേൻ. അബ്രഹാമിൻ്റെ വിശ്വാസം തലേ കയറിയാൽ നമുക്ക് ദൈവത്തെ പോലെ പ്രവർത്തിക്കാൻ പറ്റും. अगर हम इब्राहिम के विश्वास को पूर्ण रीति से ग्रहण कर पाए तो हम परमेश्वर के जैसे कार्य कर पाएंगे। ആമേൻ. യേശുവിനെ അബ്രഹാമിനെയും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മുടെ അകത്ത് കയറിയാൽ
നമുക്ക് ദൈവം ചെയ്തതിനേക്കാൾ വലുത് ചെയ്യാൻ പറ്റും. अगर यीशु मसीह के बारे में हम सीखेंगे और इब्राहिम के विश्वास के बारे में सीखेंगे और उन दोनों को जोड़ पाए तो परमेश्वर यीशु ने जो किया है उससे भी अधिक सामर्थ्य അത് നമ്മളോട് പറഞ്ഞത് യേശു കർത്താവ്. और ये बात हमसे यीशु मसीह ने खुद कहा है. ആമേൻ. അപ്പം കർത്താവ് ചെയ്തതിലും വലുത് ചെയ്യാൻ അബ്രഹാമിന്റെ വിശ്വാസം മതി. अगर यीशु मसीह ने जो कार्य किए हैं उससे भी सामर्थ्य चीज़ों को करना है तो इब्राहिम का विश्वास काफ़ी है. ആമേൻ. കാരണം ഒരു മനുഷ്യന് സ്വന്തമാക്കാൻ പറ്റുന്ന വിശ്വാസത്തിലെ ഏറ്റവും ടോപ്പാണ് അബ്രഹാമിൻ്റെ കയ്യിലിരിക്കുന്നത്. मनुष्य जो विश्वास का सबसे ऊंचा स्तर जो प्राप्त कर सकता है वही इब्राहिम का स्तर है. ഞാനിങ്ങനെ പറയാറുണ്ട്, പഴയ നിയമത്തിൽ ഒരു മനുഷ്യനാകുവാണെങ്കിൽ അബ്രഹാമിനെ പോലാണ്. मैं इस प्रकार कहता हूँ कि अगर पुराने करार का कोई व्यक्ति बनना है तो इब्राहिम बनना है. പുതിയ നിയമത്തിൽ ഒരു വ്യക്തി ആകുവാണെങ്കിൽ പൗലോസിനെ പോലാണ്. और नए करार के व्यक्ति जैसा बनना है तो पौलोस जैसा बनना है. അപ്പോൾ എൻ്റെ ഭാഷ ഞാൻ പറയും, പഴയ നിയമത്തിലെ പൗലോസാണ് അബ്രഹാം. मेरे भाषा में कहूँ तो पुराने करार का पौलोस है इब्राहिम പുതിയ നിയമത്തിലെ അബ്രഹാമാണ് പൗലോസ്. और नए करार में अगर इब्राहिम है तो वो पौलोस था. നിങ്ങൾ എൻ്റെ കൂടെ എഗ്രി ചെയ്യുന്നു? അത് क्या आप मानते हैं इस बात को? അബ്രഹാമിനെ തൊടാതെ നമുക്ക് പഴയ നിയമത്തിൽ ഒന്നും തെളിയിക്കാൻ പറ്റത്തില്ല. इब्राहिम को छुए बगैर पुराने करार से हम कोई भी चीज साबित नहीं कर सकते. കർത്താവിനെ ഏതെങ്കിലും രീതിയിൽ അവതരിപ്പിച്ചാൽ അതിന് എക്സാമ്പിൾ എടുക്കാൻ പൗലോസിനെ കഴിയാതെ പറ്റത്തില്ല. अगर यीशु मसीह के बारे में सिखाना है और उसको दर्शाना है तो पौलोस को छुए बगैर हम नहीं बोल पाएंगे. ആമേൻ. അപ്പോൾ ഈ ബൈബിളിൽ യേശു കഴിഞ്ഞാലുള്ള കേന്ദ്ര കഥാപാത്രങ്ങളാണ് അബ്രഹാമും പൗലോസും. यीशु मसीह के बाद अगर कोई कैरेक्टर है या कोई व्यक्ति है जिसको हम केंद्रित करके बातें कहते हैं तो वो इब्राहिम और पौलोस है. ക്രിസ്തുവിനെ നമ്മൾ അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ പോള് പറയാത്ത ഒരു കാര്യം വെച്ചോണ്ട് നമുക്ക് യേശുവിനെ അവതരിപ്പിക്കാൻ अगर പറ്റത്തില്ല. हमको मसीह को किसी को बताना है तो हम उन्हीं बातों को बताते हैं जो पौलोस ने कहा था. ആമേൻ. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിയാൽ അബ്രഹാമിനെ തൊടാതെ അത് തെളിയിക്കാൻ പറ്റത്തില്ല. और मसीह के सामर्थ्य कार्यों को अगर हम बोलना शुरू करें तो इब्राहिम के बाद कहे बिना हम कर ही नहीं सकते उस बात. ആമേൻ. അപ്പം അതാ ഇന്ന് ഇവിടെ പ്രസ്താവിച്ചത് മൊത്തം. तो वही उसी बात को हमने आज सुना. അപ്പം നമ്മൾക്ക് സ്വന്തമാക്കാൻ സ്വായത്തമാക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളെയാണ് ഇന്ന് അഭിഷക്തയിലൂടെ ദൈവം നമ്മുടെ നടുവിലാകുന്നത്. तो ऐसा व्यक्तित्व जो हम बन सकते हैं हमारा हो सकता है उसी के बारे में हमने आज सुना. ഞാൻ അത് ആ ഭാഗങ്ങളിലോട്ട് കൂടുതൽ കടക്കാൻ ശ്രമിക്കുന്നില്ല. मैं उस बात के बारे में दोबारा बोलना नहीं चाहता. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. मैं चाहता हूँ कि दो चीज़ें जो महत्वपूर्ण है वो आपको याद दिलाऊं फिर आपके लिए प्रार्थना. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? उसका कारण ये है ലിറ്ററലി കർത്താവ് നമ്മുടെ നടുവിൽ ഉലാവുന്നത് പലരും അനുഭവിക്കാൻ തുടങ്ങി. कि बहुत लोग ने अनुभव किया है परमेश्वर को हमारे बीच यहाँ होते हुए. മറ്റേ നമ്മുടെ ഫെയ്ത്തിലേ ഉള്ളായിരുന്നു. पहले सिर्फ वो हमारे विश्वास के നമ്മൾ അങ്ങ് വിശ്വസിക്കുക കർത്താവ് നമ്മുടെ നടുവിൽ. ऐसे विश्वास ही करते थे कि परमेश्वर ഇപ്പൊ है. അങ്ങനല്ല, पर अब ऐसा नहीं. പലരും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി കർത്താവ് നമ്മുടെ हम में से നടുവിലുണ്ട്. बहुत लोगों ने अनुभव किया है उसको आमेन. यहाँ आते हुए. ആമേൻ. എൻ്റെ ആഗ്രഹം അത് എല്ലാവരും അനുഭവിക്കണം. मेरी इच्छा है कि आप सब वो अनुभव प्राप्त करें. ആമേൻ. ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരത്തില്ല. ऐसा नहीं तो परमेश्वर आपको यहाँ नहीं लाता. ആമേൻ. അത് വിശ്വാസത്തിൽ മാത്രം മതിയെങ്കിൽ അതിനെ പറ്റിയ സഭകൾ ഒത്തിരി ഇവിടെ ഉണ്ട്. अगर ये सिर्फ विश्वास में ही रखना है तो ऐसी बहुत सी कलीसियां हैं जहाँ पे हम बैठ सकते हैं. അങ്ങനെ ഒരു സഭയാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. हमें इसलिए नहीं बुलाया कि हम ऐसी एक कलीसिया बने. ഉണ്ടെന്ന് എന്ത് വിശ്വസിക്കുന്നെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. जो चीज हम विश्वास करते हैं कि है उसको हमें अनुभव भी करना है. ആമേൻ. ഈ ബൈബിളിൻ്റെ പ്രത്യേകത, നീ എന്തു വിശ്വസിക്കുന്നു അത് പ്രൂവ് ചെയ്യും ദൈവം. बाइबल की खासियत यह है कि हम जो विश्वास करते हैं उसे परमेश्वर साबित करता है അതിനൊരു എക്സ്പീരിയൻസും കാണും. और उसका अनुभव हमारे पास रहेगा. ഇത് തിയററ്റിക്കൽ ബുക്ക് മാത്രമല്ല, ഇത് പ്രാക്ടിക്കൽ ബുക്കും കൂടെ. ये सिर्फ थियोरी ऐसे ही बोलने वाला एक पुस्तक नहीं, इसकी चीजें सच है अनुभव करने के लिए. ആമേൻ. ആമേൻ.
ഈ കോളേജിൽ പഠിക്കുമ്പോൾ സയൻസ് ഗ്രൂപ്പ് എന്നുമുണ്ട്, ആർട്സ് ഗ്രൂപ്പ് എന്നുണ്ട്, കൊമേഴ്സ് ഗ്രൂപ്പ് എന്നുണ്ട്. कॉलेज में साइंस कॉमर्स आर्ट्स ऐसे विभाग है. സയൻസ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അതിനൊരു ലാബ് കാണും, साइंस वालों को एक लैब भी होता है, അല്ലേ? कॉमर्स को नहीं होता, साइंस को. ഈ സയൻസ് പഠിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കുക. साइंस जिसने पढ़ा है अपने हाथ को उठाए. അവർക്ക് മനസ്സിലാവും. ഉണ്ടോ സയൻസ് ഗ്രൂപ്പിന് ലാബ്? साइंस को एक लैब होता है, കെമിസ്ട്രിക്ക് ഒരു ലാബുണ്ട്, केमिस्ट्री ഫിസിക്സിന് ഒരു ലാബുണ്ട്, सबको एक लैब होता है. ബയോളജിക്ക്, സുവോളജിക്കും ബോട്ടണിക്കും ലാബുണ്ട്. ആ zoology botany सबका लैब होता है. ഇല്ലയോ? പഠിച്ചിട്ടില്ലേ? അവിടെ എന്ത് തിയറി പഠിപ്പിക്കുന്നോ അതെല്ലാം പ്രൂവ് ചെയ്യുന്ന ഒരു ലാബുണ്ട് അവിടെ. तो वो साइंस में जो भी वो लोग पुस्तक से सिखाते हैं उसको साबित करने के लिए एक लैब भी रखा जाता है. അല്ലേ? അതെന്തിനാ? അവരെന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തെളിയിക്കണം. वो इसलिए क्योंकि साइंस जो भी बोलता है उसको साबित करने के लिए एक जगह चाहिए. സയൻറ്റിഫിക് അല്ല, സയൻസിൻ്റെ സയൻറ്റിസ്റ്റ് എല്ലാം അവരെന്തു പറയുന്നു അത് ലാബിലൂടെ നമ്മളെ പ്രൂവ് ചെയ്യും. कि साइंटिस्ट लोग जो भी बोलते हैं उनको एक लैब चाहिए ताकि वो साबित करे कि उनकी बातें सच നമ്മുടെ है. ദൈവം അങ്ങനെ हमारा परमेश्वर भी ऐसा എന്തോ ही है, പറഞ്ഞാലും പ്രൂവ് ചെയ്യും. जो भी बोलता है उसको साबित करके दिखाता है. आमीन. യേശു പറഞ്ഞ ന്യായപ്രമാണം മുഴുവൻ തെളിയിക്കാൻ എവിടോട്ട് വന്നു? यीशु मसीह ने जो भी न्याय व्यवस्था दी थी लोगों को वो साबित करने के लिए खुद पृथ्वी पर आया. അത് എന്തു പറഞ്ഞോ അത് തെളിയിക്കാനാ ദൈവമക്കളെ സെലക്ട് ചെയ്ത്. और उसने जो भी कहा उसको साबित करने के लिए उसने परमेश्वर के बच्चों को चुना. പക്ഷെ പഴയ നിയമ ഇസ്രായേൽ അത് തെളിയിച്ചില്ല. पर पुराने करार की इजराइल वो साबित नहीं कर पाई. ദൈവം എന്തോടുത്തു? മനുഷ്യനായിട്ട് ഈ ഭൂമിയിലോട്ട് വന്നിട്ട് അത് മുഴുവൻ അങ്ങ് തെളിയിച്ചു. इसलिए यीशु मसीह खुद मानव बनकर पृथ्वी पर आकर उस सारी चीजों को साबित कर दिया. ആമേൻ. आमीन. ഓരോരുത്തർ സയൻസിനെ അങ്ങ് ദൈവമായിട്ട് വെച്ചേക്കുക. कुछ लोग साइंस को भगवान बनाकर बिठा बैठे हैं. സയൻസ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ യേശുവിൻ്റെ തിയറിയാണ്. हाँ, साइंस भी मेरे यीशु मसीह की थियरी को ही साबित करता है. ആര് പറഞ്ഞു പറഞ്ഞ തിയറി എല്ലാം പ്രൂവ് ചെയ്യണമെന്ന്? इसने बोला कि बोले हुए सारी थियरी साबित कर. അത് ആദ്യം പറഞ്ഞത് ദൈവമാ. वो सबसे पहला बात परमेश्वर ने खुद कहा है ये चीज. ആമേൻ. പിശാചിന് കഴിയാത്ത ഒരു കാര്യവും അത്. और ये बात है जो शैतान नहीं कर सकता. കാരണം പിശാചിന്റെ ഒരു കാര്യവും തെളിയിക്കാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ല. शैतान अपनी कोई चीजें अकेले साबित कर ही नहीं सकता. പിശാചിന് എന്തെങ്കിലും തെളിയിക്കണമെങ്കിൽ ദൈവം ഇതിൽ വേണം. और उसको अगर कुछ साबित करना है तो उसको परमेश्वर के बच्चे की जरूरत है. അതുകൊണ്ടാ ആദ്യമേ വന്ന ആദാമിനെ കൂട്ടുപിടിച്ച് इसलिए आके पहले आदम से दोस्ती करनी चाहिए. അവൻ അവൻ്റെ കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ മനുഷ്യൻ വേണം. उसको अगर उसकी बातें साबित करनी है तो उसको मानव जाति चाहिए. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. मैं हमेशा ऐसा सोचता हूँ പുള്ളി എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. कि शैतान हर चीज का एक नकली उसके समान एक नकली चीज बनाता है. കർത്താവ് എന്തുണ്ടാക്കിയോ അതിന് പറ്റിയ ഒന്നും അവനുണ്ടാക്കും. जो भी परमेश्वर ने सृष्टि की उसके जैसा एक और वो बनाता है. ഞാൻ ഇന്നലെ അത് പറഞ്ഞാൽ मैंने उसके बारे में कल बोल रहा था. मैं ദൈവത്തിനൊരു സഭയുണ്ട്. परमेश्वर की एक कलीसिया है. ദൈവത്തിന് പ്രവാചകന്മാരുണ്ട്. और परमेश्वर के नबी लोग होते हैं. പ്രവാചകന്മാർക്ക് പകരം അവൻ ആരെ ഉണ്ടാക്കി? കള്ളപ്രവാചകന്മാരെ ഉണ്ടാക്കി. उसने नबियों की जगह झूठे नबियों को बनाया. അല്ലേ? ദൈവം പ്രവാചകന്മാരെ സൃഷ്ടിച്ചു, परमेश्वर ने नबियों की सृष्टि की, അപ്പോയിന്റ് ചെയ്തു. उनको नियुक्त किया. പിശാച് കള്ളപ്രവാചകന്മാരെ സൃഷ്ടിച്ചു, शैतान ने झूठे नबियों को निर्माण किया എന്നിട്ട് അവരെ അപ്പോയിന്റ് ചെയ്തു. और उनको नियुक्त किया. ദൈവം സഭയെ സൃഷ്ടിച്ചു, परमेश्वर ने कलीसिया का निर्माण അവരെ किया, ലോകത്ത് സ്ഥാപിച്ചു. उनको इस पृथ्वी पर स्थापना की. പക്ഷെ പിശാച് ഇതുവരെയും കള്ളസഭ ഉണ്ടാക്കിയിട്ടില്ല. पर शैतान अभी तक उस नकली कलीसिया को बना नहीं पाया. അവൻ ഇപ്പോഴും ഈ സഭയ്ക്കകത്ത് കിടന്നുകൊണ്ട് അതിനകത്തെ ആളെ അടിച്ചു മാറ്റാൻ നോക്കുന്നേ ഉള്ളൂ. കള്ളസഭ ഉണ്ടാക്കാൻ वो പറ്റിയിട്ടില്ല. आज भी कलीसिया में घुसकर वहां समस्या खड़ा करने की कोशिश कर रहा है. खुद कलीसिया नहीं बांध पाया.
പിന്നെ പറയുന്നുണ്ട് സാത്താൻ്റെ സഭ എന്നൊക്കെ. पर ऐसे बोलते हैं कि शैतान की कलीसिया, ऐसे बोलते हैं। പക്ഷേ സാത്താൻ്റെ സഭയെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അവൻ പബ്ലിക്ക് വന്നിട്ടില്ല. शैतान की कलीसिया बोलकर वो आज भी समाज में कदम नहीं रख पाया। അതിന്റെ കാരണം എന്താണെന്നറിയോ? उसका कारण ये है ഒറ്റ രാജ്യവും അതിന് അനുവാദം കൊടുക്കത്തില്ല. कि कोई भी राष्ट्र ऐसे एक कलीसिया का परमिशन नहीं മനസ്സുകൊണ്ട് देगा। ഓക്കെ ആയിരിക്കും, शायद मन से ठीक हो, പക്ഷേ നിയമം കൊണ്ട് അവർ ഓക്കെ അല്ല. पर जो राष्ट्र है उसके नियम के अनुसार वो वैसे एक सभा नहीं रख सकते। അമേരിക്കയിൽ സാത്താന്യ സഭയുണ്ട്, अमेरिका में भी शैतान की कलीसिया പക്ഷെ है, അത് ലീഗൽ അല്ല. पर वो लीगल नहीं है। ഇന്ത്യയിലും സാത്താന്യ സഭയുണ്ട്, भारत में भी है, അത് ലീഗൽ അല്ല. पर वो लीगल नहीं, പക്ഷെ ദൈവസഭ ലീഗലാ. पर परमेश्वर की कलीसिया लीगल है। आमीन, आमीन। ഉപദ്രവിക്കാൻ പറ്റും, वो कलीसिया को नाश कर सकता है, ദൈവസഭയെ ഉപദ്രവിക്കാൻ പറ്റും, परमेश्वर की कलीसिया को पीड़ा दे सकता है, ഇല്ലീഗലാക്കാൻ പറ്റത്തില്ല. पर परमेश्वर की कलीसिया को इलीगल नहीं बना सकता। ഒരു രാഷ്ട്രത്തിനും പറ്റത്തില്ല. कोई राष्ट्र उसको इलीगल नहीं कर सकता। आमीन, हालेलुया, ആമേൻ. हालेलुया। ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നു. आपको समझ में आ रहा है ये बात? ഓ, ദൈവം എന്തോ വാല്യൂ തന്ന നമ്മളെ ഇവിടെ ആക്കി. देखिए कितना मूल्य परमेश्वर ने हमको दिया है और कलीसिया में बिठाया है। ആമേൻ. आमीन। ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ അവന് നന്നായിട്ട് അറിയാം. वो नकली चीजों को बनाता है। പിശാചിന്റെ ഗതിയുടെ ഒത്തിരി ചിന്തിച്ചിട്ടുള്ളവനാണ് ഞാൻ. मैं हमेशा इस शैतान की जो बुरी अवस्था है उसके बारे में सोचता हूँ। എന്നെ 16 വർഷമായിട്ട് അറിയാവുന്നവർ വരെ ഉണ്ട് ഇവിടെ. यहाँ पे कुछ लोग हैं जो मुझे 16 साल से जानते हैं। അതിനു മുമ്പ് അറിയാവുന്നവരില്ല. उसके पहले मुझे जानने वाले लोग नहीं हैं। എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ലിൻസിയുടെ മമ്മിയാണ്. मुझे सबसे ज़्यादा करीबी जानने वाले लिंसी और उसकी माँ है। അവർ 18 വർഷമായിട്ട് എന്നെ അറിയാം. वो मुझे 18 साल से जानते हैं। പിന്നെ അറിയാവുന്ന എല്ലാം 16 വർഷക്കാർ. फिर 16 साल से जानने वाले लोग हैं। ഞാൻ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ടേമാ സാത്താൻ. मैं सबसे कम किसी शब्द का इस्तेमाल करता हूँ तो वो है शैतान। എന്നെ അറിയാവുന്നവരോട് ചോദിച്ചല്ലോ, ഞാൻ ഏറ്റവും കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. मैं बहुत कम इस्तेमाल करता हूँ, जो लोग मुझे जानते हैं वो बता सकते हैं। ഞാൻ 26 വർഷത്തിലധികമായിട്ട് പ്രവചിക്കുന്ന ആളാണ്. मैं 26 साल से भविष्यवाणी करता हूँ, नबूवत करता हूँ। സാധാരണ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടേമാണ് സാത്താൻ. ये परमेश्वर के नबी लोग भी सबसे ज़्यादा इस्तेमाल करते हैं इस वाक्य का शैतान। എൻ്റെ പ്രവചനത്തിൽ ഏറ്റവും കുറവ് ഞാൻ ഉപയോഗിക്കുന്ന ടേമാണ് സാത്താൻ. मेरे नबूवत या भविष्यवाणी में भी मैं वो शब्द का कम इस्तेमाल करता हूँ। കാരണം എന്നെ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. क्योंकि जब परमेश्वर ने मुझे सेवकाई दी तो मैंने एक चीज़ सीखी പിശാചിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. कि शैतान मेरा कुछ बिगाड़ नहीं सकता। പിശാചിന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തത് വേൾഡ് അല്ല, ക്രിസ്ത്യൻ ലോകമാണ്. ये शैतान की सबसे ज़्यादा पब्लिसिटी दुनिया नहीं, मसीही लोग करते हैं। ക്രിസ്ത്യൻ വേൾഡ്. मसीही दुनिया। നമ്മൾ കുരുത്തക്കേട് കാണിച്ചിട്ടും ആർക്കിട്ട് കൊടുക്കും പണി? हम പിശാചിനിട്ട് കൊടുക്കും. हम गलत करते हैं और फिर शैतान के ऊपर वो कंप्लेंट डाल देते हैं। എൻ്റെ ഇന്ന് പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ഒബീഡിയൻസ്. मैंने आज हमने सुना आज्ञा मानने के बारे में, അല്ലേ? അനുസരണക്കേട് കാണിക്കുന്ന പിശാചാണോ നമ്മളാണോ? आज्ञा ना मानना ये कौन करता है? शैतान की हम। എന്നിട്ട് അവനെ എന്തിനാ കുറ്റം പറയുന്നത്? फिर उसको क्यों इतना हम बुरा बुरा അനുസരണക്കേട് कहते हैं? കാണിച്ച ഈ ബൈബിൾ അനുസരിച്ച് പണി നമുക്ക് കിട്ടുമോ? बाइबल के अनुसार अगर आज्ञा नहीं मानी तो उसका तो नुकसान होता ही है ना। കിട്ടുമോ? അതിന് കോൺസിക്വൻസ് ഉണ്ടല്ലോ. आज्ञा ना मानना उसका एक साइड इफेक्ट है, उसका एक ആ नतीजा होता है। കോൺസിക്വൻസ് തന്നെ എന്തിനാ അവന് ഇത് കൊടുക്കുന്നത്? പബ്ലിസിറ്റി. तो उसकी वजह से जो नतीजा भुगतना पड़ता है वो हम शैतान के सर पे क्यों डाल रहे हैं? എന്തിനാ അവന് കൊടുക്കുന്നതെന്നറിയോ? आप जानते हैं कि हम सारा ये ब्लेम, ये कंप्लेंट शैतान के ऊपर क्यों डाल देते हैं? നമ്മൾ
ഒരു കുറവും ഇല്ലാത്തവരാന്ന് തെളിയിക്കാൻ വേണ്ടിയാ. ताकि हम साबित करें कि हम तो बहुत अच्छे लोग हैं, हमारे में कोई कमी नहीं है. ഈ നമ്മളെ ഈ ഉൽപ്പത്തി ഏറ്റവും ആദ്യത്തെ പാപം ഏതനിലാണ് നടന്നത്, एदन में सबसे पहला जो पाप हुआ, അല്ലേ? ദൈവം ഹവ്വയുടെ കാര്യം എടുത്തപ്പോൾ എന്താ പറഞ്ഞത്? जब हवा के बारे में कहा तो परमेश्वर ने इस प्रकार कहा. എന്താ പറഞ്ഞത്? ഹവ്വയെ സർപ്പം ഉപായത്താൽ ചതിച്ചു. ऐसे लिखा है कि हवा को सांप ने धोखा दिया. അല്ലേ? അപ്പം ഹവ്വയുടെ തെറ്റിന് ദൈവം ആരുടെ മേൽ വെച്ചു? तो हवा की जो गलती है उसका ब्लेम या आरोप परमेश्वर ने सांप के ऊपर डाला കർത്താവ് അംഗീകരിച്ചു. और परमेश्वर ने इसका അത് स्वीकार किया പാമ്പാണ്. कि उसका कारण ये सांप है. പക്ഷെ ആദമിന്റെ തെറ്റിനെ മറ്റാരുടെ മേലും വെക്കാൻ ദൈവം അനുവദിച്ചു. पर आदम की गलती को परमेश्वर ने किसी और पर नहीं थोपा. ആദം വെച്ചു. आदम ने बोला, ആരാന്ന് പറഞ്ഞു? आदम ने बोला है हवा की നീ वजह से എന്റെ हुआ, കൂടെ ഇരിക്കാൻ തന്ന ഹവ്വയെന്ന് പറഞ്ഞു. कि तूने जो हवा मुझे दी है उसकी वजह से ये हुआ. അങ്ങനല്ലേ? പക്ഷെ ദൈവം അത് അംഗീകരിച്ചോ? पर परमेश्वर ने उसका स्वीकार नहीं किया. ഇല്ല. സത്യം അതല്ലേ? कि सच तो वही था ना. ആണോ? ഹവ്വയല്ലേ വന്നു കൊണ്ട് കൊടുത്ത്? हवा ने ही उसको वो फल दिया था. ഹവ്വയല്ലേ പ്രേരിപ്പിച്ച്? हवा ने ही उसको बोला कि खा लो. അല്ലേ? പക്ഷെ ദൈവം അത് അംഗീകരിച്ചില്ല. എന്നാ കാരണം? पर परमेश्वर उस बात को मानने के लिए तैयार नहीं. ശ്രദ്ധിക്കണം. ഹവ്വയ്ക്ക് ദൈവത്തോടില്ലാത്ത ബന്ധം वो रिश्ता जो हवा को परमेश्वर से नहीं था, മറ്റൊരു സൃഷ്ടിക്കും ദൈവത്തോടില്ലാത്ത ബന്ധം कोई और सृष्टि जिसका रिश्ता परमेश्वर से उस प्रकार नहीं था. ആദമിന് ദൈവത്തോടുണ്ട്. जो रिश्ता हवा का परमेश्वर के साथ या और कोई सृष्टि का परमेश्वर के साथ था, അതെന്താണെന്നറിയോ? उससे कई ज्यादा रिश्ता आदम का था ദൈവം परमेश्वर से. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആദം. क्योंकि आदम ही केवल एक ऐसी सृष्टि थी जिससे परमेश्वर बात करता था. ബൈബിളിൽ ദൈവം ഹവ്വയോട് സംസാരിച്ച കാര്യം എഴുതിയിട്ടില്ല. बाइबल में परमेश्वर हवा से बात करता था ये नहीं लिखा गया है. ഹവ്വ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ अगर हवा ने कुछ भी जाना है तो കെയർ ഓഫ് ആദമ. वो आदम से ही जाना है. പക്ഷെ ആദമിന് കെയർ ഓഫ് ഇല്ല. पर आदम किसी और से नहीं जाना. ആദം മുഴുവനും അറിയുന്നത് ദൈവത്തിൽ നിന്ന് आदम ഡയറക്റ്റ്. हर चीज परमेश्वर से सीधा सुनता था. ആമേൻ, ആമേൻ. അതുപോലാണ് പുതിയ നിയമത്തിൽ സഭ. और वैसा ही है नए करार की कलीसिया. ആമേൻ. നമ്മൾ കെയർ ഓഫിലല്ല അറിയുന്നത്. हम किसी के केयर ऑफ में चीजों को नहीं जानते. നമ്മൾ ഡയറക്റ്റ് ആത്മാവിൽ അറിയുന്നത്. हम आत्मा के द्वारा सीधा उस बात को सुनते हैं. ആമേൻ. आमेन. നമ്മൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവരാണ്. हम आत्मा की आवाज को सुनने നമ്മൾ वाले ദൈവ व्यक्ति हैं. ശബ്ദം ഡയറക്റ്റ് हम കേൾക്കുന്നവരാണ്. परमेश्वर की आवाज को सीधा आमेन. सुनने वाले व्यक्ति हैं. ആമേൻ. आमेन. അപ്പൊ നമ്മുടെ വീഴ്ചയ്ക്ക് കെയർ ഓഫ് ഇല്ല. तो हमारी कमी घटी को हम किसी और पे आरोप नहीं डाल सकते. നമ്മൾ എങ്ങനെ പിന്നെ പിശാചിനെ ഇത് പറയും, കുറ്റം പറയും? तो हम कि शैतान के बारे में क्यों बोलते हैं? ഞാൻ പറഞ്ഞ ഇത് പിടികിട്ടിയോ? ആദം തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നത് ഒറ്റയ്ക്കെടുത്ത ഡിസിഷൻ അല്ല. आदम ने जो फल खाया उसका फैसला उसने अकेले नहीं लिया. അല്ല, അതിൻ്റെ റൂട്ട് സർപ്പം വന്നു ഹവ്വയെ ചതിച്ചു. ഹവ്വ വന്ന് ആദമിനോട് പറഞ്ഞു. ഹവ്വയുടെ വാക്കിൻ്റെ പുറത്ത് ആദം എടുത്തു. ഇതാ റിയാലിറ്റി. उसका जड़ ये है कि सांप आया, उसने हवा को धोखा दिया, हवा ने वो फल खाया, उसने आके आदम को बोला, आदम ने हवा से वो फल लिया और खाया. ये थी वहाँ की घटना. അല്ലേ? ഇതിപ്പം
ഇവിടെ ആരോടും പറയേണ്ട കാര്യമില്ല, നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ളൂ. हमने इस विषय को बहुत गहराई से पढ़ा है और इसको सुनने की जरूरत नहीं. അത് തീർന്നിട്ടൊന്നുമില്ല. ഇനി അതിനകത്ത് ആയിരക്കണക്കിന് മണിക്കൂറുകൾ ദൂത് वो കിടക്കും. विषय खत्म नहीं हुआ, उसके अंदर और हजारों प्रकटीकरण छुपे കാരണം हुए हैं. മാനവകുലത്തെ തൊട്ടാൽ ആദമിനെ തൊടാതെ തൊടാൻ പറ്റത്തില്ല. मानव जाति को सीखना है तो आदम को छुए बगैर नहीं सीख सकते. യേശുവിനെ തൊട്ടാൽ ആദമിനെ തൊടാതെ യേശുവിനെ തൊടാൻ यीशु को പറ്റത്തില്ല. सीखना है तो आदम को छुए बगैर वो नहीं सीख सकते. ആമേൻ. നമ്മുടെ ബ്ലെസ്സിങ് തൊട്ടാലും വാഗ്ദത്തം തൊട്ടാലും ആദമി തൊട്ടേലേ പറ്റൂ. आशीष और वायदों को के बारे में सीखना है तो भी आदम को छूना നമ്മുടെ जरूरी है. ജയം തൊട്ടാലും ആദമി തൊട്ടേലേ പറ്റൂ. हमारे जीत को सीखना है तो भी आदम को छूना जरूरी है. आमीन ആമേൻ. आमीन. നമ്മുടെ രക്ഷ കിടക്കുന്നു ആദമിലോ. हमारा उद्धार भी आदम के अंदर ही है. ആമേൻ. അപ്പോൾ ഒന്ന് ചിന്തിച്ച്, ആ റിയാലിറ്റി അവിടെ ഉള്ളപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ നിന്റെ പരാജയത്തിന് ഒരുത്തൻ്റെ മണ്ടയിൽ നീ കെയർ ഓഫ് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. जब घटनाएं इस प्रकार हुई फिर भी परमेश्वर कहता है कि मेरे बेटे तेरी इस गलती का आरोप तो किसी और पर नहीं डाल सकता. ആമേൻ. ഈ തോട്ടത്തെ മുഴുവൻ അധികാരം കൊടുത്ത് ഞാൻ അവയുടെ കയ്യിലല്ല. मैंने इस वाटिका का अधिकार हवा के हाथ में नहीं दिया ആണോ? था, അല്ല, നിന്റെ കയ്യിലാണ് തന്നെ. तेरे हाथ में दिया. ഈ തോട്ടത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഞാൻ അവയുടെ കയ്യിലല്ല കൊടുത്തത്, നിന്റെ കയ്യിലാണ്. इस वाटिका का नियंत्रण मैंने हवा के हाथ में नहीं तेरे हाथ में दिया. അല്ലേ? ഈ തോട്ടത്തിലെ ഇൻസ്ട്രക്ഷൻ ഞാൻ ഹവ്വയോടല്ല പറഞ്ഞു, നിന്നോടാ പറഞ്ഞു. इस वाटिका के अंदर के नियम मैंने हवा को नहीं तुझे दिया. ഈ തോട്ടത്തിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏക വ്യക്തി നീയാ. इस वाटिका के मैं किसी से बात करता हूँ तो वो तू है. ആമേൻ. ഞാൻ ഈ പറഞ്ഞെല്ലാം കറക്റ്റാന്നോ? मैंने अभी जो बोला वो सही है. സഭയിലോട്ട് വാ. आप कलीसिया में आके देखें. സഭയ്ക്കാ ഇതെല്ലാം കൊടുത്ത്. कलीसिया को ये सब कुछ दिया. ദൈവം ഈ ഭൂമിയിൽ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് സഭയാ. आज के समय अगर परमेश्वर किसी से बात करता है तो वो कलीसिया है. ആന്നോ? വേൾഡിനോടല്ല ദൈവം സംസാരിക്കുന്നത്. दुनिया से परमेश्वर बात नहीं करता. ദൈവശബ്ദം ലോകത്തിന് കേൾക്കണമെങ്കിൽ സഭ വരണം. अगर दुनिया को परमेश्वर की आवाज सुननी है तो उनको कलीसिया में आना होगा. आमेन ആമേൻ. आमेन. ദൈവസഭയ്ക്കകത്ത് വരാതെ ദൈവശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. जब तक कलीसिया में पैर न रखे परमेश्वर की आवाज सुनाई नहीं देती. आमेन. आमेन. അപ്പൊ ദൈവശബ്ദം എന്നുമുള്ള സ്ഥലം അതേതാ? ദൈവസഭ. परमेश्वर की आवाज निरंतर रहने वाली जगह कौन सी है? परमेश्वर की कलीसिया. ദൈവത്തെ എന്നും കാണുന്ന ജനം അതാരാ? സഭ. परमेश्वर को निरंतर देखने वाला झुंड कौन है? ദൈവം कलीसिया. എന്ന് ഇൻസ്ട്രക്ഷൻ പറയുന്ന ആരോട്? സഭയോട്. परमेश्वर आज की तारीख में आज्ञा किसको देता है? कलीसिया को. ആമേൻ. നാട്ടിലോട്ട് ഇറങ്ങി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ദൈവം ഇൻസ്ട്രക്ഷൻ പറയത്തില്ല. गांव में चलकर मुख्यमंत्री को परमेश्वर आज्ञा नहीं देता. കൊടുക്കോ? പുള്ളിയോട് മിണ്ടത്ത് പോലും ഇല്ല ദൈവം. उनसे तो बात भी नहीं करता परमेश्वर. പ്രൈം മിനിസ്റ്ററോട് വന്ന് ഇൻസ്ട്രക്ഷൻ പറയും. प्रधानमंत्री से क्या यहोवा अपनी आज्ञाओं को बांटता അങ്ങനെ है? പറയുമായിരുന്നെങ്കിൽ അയാൾ എന്തേ നന്നായന്. ऐसे अगर प्रधानमंत्री से बात करें तो राष्ट्र में कितने अच्छे बातें हो सकती. അല്ലേ? തീർച്ചയായും. ഞാൻ അതിനൊരു തെളിവൂടെ പറയാം. उसके लिए मैं आपको सबूत देता हूँ. വേൾഡിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്നറിയോ? दुनिया में सबसे छोटा राज्य कौन सा है, आप जानते हो? ഏറ്റവും ചെറിയ രാജ്യം. सबसे छोटा राज्य. വേൾഡിലെ ഏറ്റവും ചെറിയ രാജ്യം सबसे छोटा राज्य ഏ? वेटिकन सिटी. വത്തിക്കാൻ സിറ്റി. वेटिकन सिटी, वतिकान सिटी, जहाँ पोप है. സ്പേസ് കൊണ്ടും ചെറുതാ, ജനത്തിന്റെ പെരുപ്പം കൊണ്ടും ചെറുതാ. जगह भी छोटी है, लोगों की झुंड पॉपुलेशन भी कम है. അവിടുത്തെ ഭരണാധികാരി ആരാന്നറിയോ? वहाँ कौन राज करता है? पोप. പോപ്പ്. वहाँ पे पोप राज करता है. അല്ലേ? ദൈവം അവിടെയും സംസാരിക്കുന്നില്ല. परमेश्वर वहाँ भी बातें नहीं करता. എങ്കിൽ പുള്ളി നന്നായന്. वैसे हो तो वहाँ की चीजें बदल जाती. അതിന്റെ അർത്ഥം പോപ്പ് കയറി പ്രസിഡന്റ് ആയാലും ദൈവം പ്രസിഡന്റിനോട് സംസാരിക്കത്തില്ല. तो अगर पोप कल प्रेसिडेंट भी बन जाए फिर भी परमेश्वर बातें नहीं करेगा. ആമേൻ.
പെന്തക്കോസുകാരൻ പ്രധാനമന്ത്രി ആയാലും അവനോട് സംസാരിക്കത്തില്ല. पेंतिकोस व्यक्ति भी प्रधानमंत्री बने फिर भी परमेश्वर बात नहीं പക്ഷെ करेगा. പ്രധാനമന്ത്രി ചർച്ചിൽ വന്നാൽ അവനോട് സംസാരിക്കും. पर अगर वो प्रधानमंत्री कलीसिया में पैर रखे तो परमेश्वर उससे बात करेगा. ആമേൻ. കാരണം ദൈവം സംസാരിക്കുന്നിടം സഭയാ. क्योंकि परमेश्वर बात करने की जगह कलीसिया है. ദൈവം ഇൻസ്ട്രക്ഷൻ പറയുന്നിടം സഭയാ. परमेश्वर की आज्ञा कलीसिया में सुनाई देती है. ആമേൻ. आमीन. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആദമിനോട് എന്തെല്ലാം ദൈവം ചെയ്തിരുന്നോ അത് മുഴുവൻ ഇന്ന് ചെയ്യുന്ന സ്ഥലം സഭയാ. जो जैसे भी परमेश्वर आदम के साथ उस एदन वाटिका में व्यवहार करता था, आज परमेश्वर वो कलीसिया के साथ करता है. ആമേൻ. आमीन. ഇനി അടുത്ത ചോദ്യം, अगला सवाल, ഏദനിൽ തല ഉയർത്തി അല്ലെങ്കിൽ ഏദനിൽ ജനിച്ചു വീണ ആദം, एदन वाटिका में आदम जो जन्मा, ആദം വേറെങ്ങും ജനിച്ചിട്ട് ഏദനിലോട്ട് വന്ന ആളല്ല, ഏദനിൽ ജനിച്ച ആളാണ് ആദം. कई और जन्म लेके एदन में नहीं आया, वो एदन में उसका जन्म हुआ. ആമേൻ. ഈ ഭൂമിയിലെ അദ്ദേഹത്തിന്റെ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏദനാ. एदन वाटिका में वहाँ की शुरुआत हुई, उसकी जीवन की शुरुआत हुई. എൻ്റെ ചോദ്യം, അവനിൽ അന്നേരം പാപമുണ്ടോ? तो जब उसका जन्म हुआ तो क्या उस पे पाप था? ഉണ്ടോ? ഇല്ല. ദൈവസഭയ്ക്കകത്ത് ജനിച്ച ഒരുവന് പാപമുണ്ടോ? तो जो व्यक्ति जिसका जन्म कलीसिया के अंदर होता है, क्या उसमें पाप होता है? ഉണ്ടോ? ഉണ്ടോ? പറ. बोलिए, होता है कि नहीं? എല്ലാവരുടെയും വായിന്ന് അത് വന്നില്ല. सब कोई ऐसा नहीं बोल पा रहे हैं. പാപം ഉണ്ടോ ഇല്ലയോ? पाप है या नहीं? ദൈവസഭയ്ക്കകത്ത് ഒരുവൻ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഒരുവൻ ജനിക്കുമ്പോൾ ദൈവസഭയിൽ അവനെ ദൈവം നടുമ്പോൾ അവനിൽ പാപമുണ്ടോ ഇല്ലയോ? कलीसिया में जब जिसका जन्म होता है या फिर जब वो मसीह में जन्म लेता है या उसे कलीसिया में बोया जाता है, तो क्या उस व्यक्ति में पाप होता है? नहीं. ഉണ്ടോ ഇല്ലയോ? होता है या नहीं? എനിക്ക് നിങ്ങളിൽ നിന്ന് കറക്റ്റ് ആൻസർ मुझे കിട്ടിയില്ല. आपसे सुनना है, होता है नहीं होता है? ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഉണ്ടോ ഇല്ലയോ? एक और बार बोले, होता है नहीं होता है? ഇല്ലല്ലോ. സ്വർഗത്തിൽ പോകും. तो नहीं है तो क्या आप स्वर्ग जाओगे? അതെന്താ ഉറപ്പില്ലാത്ത? പാപം ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണമല്ലോ. आप बोले पाप नहीं तो फिर स्वर्ग जाएंगे, वो सवाल में क्यों आपको भरोसा नहीं? पाप नहीं तो स्वर्ग जाएंगे ना. ആ കോൺഫിഡൻസ് ഇപ്പോഴും നമുക്കില്ല. अभी भी वो भरोसा नहीं कि हम स्वर्ग जाएंगे. അതെന്താ കാരണം എന്നറിയോ? उसका क्या कारण है? ഞാൻ പ്രാപിച്ച രക്ഷ എന്താന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഈ കോൺഫിഡൻസ് ഇല്ലാത്ത. क्योंकि हम जानते ही नहीं कि हमने कैसा उद्धार प्राप्त किया है. നമ്മൾ കാൽവറി മരണത്തിന് കൊടുക്കുന്ന മറ്റൊരു പേരുണ്ട്. कलवरी की मृत्यु को एक और नाम से जाना जाता है. കാൽവറിയിൽ മരിച്ചത് യേശുവാ. कलवरी में यीशु मरा, അപ്പൊ നമ്മളിൽ ഒരു മരണം നടന്നിട്ടുണ്ട്. तो हमारे अंदर भी एक मृत्यु हुई ആ है. മരണം എന്താന്ന് പറയാമോ? वो मृत्यु क्या है? ചത്തവരായി ഇവിടെ ഇരിക്കുന്നവരല്ല. हम सब मरे हुए हैं. ഉണ്ടോ? ആരും സ്വത്രം പറഞ്ഞില്ല. कोई स्तुति करने को तैयार नहीं. നമ്മളെല്ലാവരും മരിച്ചവരാ. हम सब मरे हुए हैं. നമ്മളിൽ നടന്ന മരണം ഏത്? तो हमारे अंदर किस बात की मृत्यु हुई? അതിന് അത് പാപസംബന്ധമായി, എനിക്കറിയാം നിങ്ങൾ റോമാലേഖനോ പറഞ്ഞ് പാപസംബന്ധമായി മരിച്ചവർ, അത് സ്നാനത്തിലാണ്. आप रोमियो की किताब से आपने बोला कि पाप के विषय में मृत्यु वो बपतिस्मा के बारे में कहा जाता है. हमें നമ്മളതിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. हमने उसके बारे में प्रचार किया है. രക്ഷയിൽ നടന്ന മരണം എന്താ? जब उद्धार प्राप्त करते हैं तब कौन सी मृत्यु होती है?
സ്നാന സമയത്ത് നമ്മളോട് പറഞ്ഞു പാപസംബന്ധമായി മരിച്ചു, അതുകൊണ്ട് കുഴിച്ചിടാൻ പോവാന്നാ പറഞ്ഞു. बपतिस्मा के समय ऐसे बोलता है कि पाप के विषय में अब तेरी രക്ഷയിൽ मृत्यु हो गई നടന്ന है. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരായ നാം. लेकिन उद्धार की जो मृत्यु है वो ये है, न्याय व्यवस्था के विषय में हम मर चुके हैं. ആമേൻ എന്ന് പറഞ്ഞാൽ സഭയിലോട്ട് നീ കയറിയാൽ मतलब आपने जब कलीसिया में प्रवेश നീ किया, ന്യായപ്രമാണത്തിലാണ് കയറുന്നതെങ്കിൽ अगर तू न्याय व्यवस्था के अनुसार आ रहा है, കള്ളം പറഞ്ഞാൽ നീ തട്ടിപ്പോവും. अगर तू झूठ बोले तो तभी तेरी मृत्यु होनी चाहिए. ആമേൻ आमेन ആമേൻ आमेन. പറഞ്ഞു പിടി കിട്ടിയോ? നമ്മൾ ചെയ്യുന്ന ചില പാപങ്ങൾ മതി നമ്മളെ വിടിട്ട് കല്ലെറി. हमारे कुछ पाप से लोग हमें पत्थर मारने चाहिए. अगर हम न्याय व्यवस्था के हिसाब ചിന്തിച്ചാ से മതി കല്ലേറി കിട്ടും. सोचेंगे तो ही पत्थर मिलेगा. അതിപ്പോ ഇവിടെ നടക്കാത്തതിന് കാരണം और लेकिन वो अब कलीसिया में नहीं നീ हो रहा ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു. क्योंकि न्याय व्यवस्था के अनुसार तू मर चुका है. ആമേൻ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ന്യായപ്രമാണ പ്രകാരമാ ക്രൂശിൽ കയറിയത്. इसीलिए यीशु मसीह न्याय व्यवस्था के अनुसार कैलवरी पर चढ़ा. ന്യായപ്രമാണത്തിന് നീ മരിച്ചതുകൊണ്ടാണ് നിന്റെ മരണം പാപസംബന്ധമായ മരണമായത്. क्योंकि तू न्याय व्यवस्था के अनुसार मर गया, इसीलिए पाप के संबंध में भी तू मर गया. അതുകൊണ്ടാണ് പഴയ നിയമ വിശുദ്ധന്മാർക്ക് നമ്മൾക്കെതിരെ വിരൽ ചൂണ്ടാൻ പറ്റാത്തത്. इसीलिए जो पुराने करार के विशुद्ध जन है वो हमारे विरुद्ध बात नहीं कर അവര് सकते, ന്യായപ്രമാണ പ്രകാരം ശിക്ഷിക്കപ്പെട്ടവരാ. क्योंकि उन लोगों को न्याय व्यवस्था के अनुसार शिक्षा मिली हुई लोग हैं. നമ്മൾ അത് സംബന്ധമായി മരിച്ചവരാ. पर हम जो है, हम न्याय व्यवस्था के अनुसार मरे हुए लोग യേശു हैं. മരണം ഏറ്റതുപോലെ क्योंकि जिस प्रकार यीशु ने मृत्यु को നമ്മളും स्वीकार അത് किया, ഏറ്റവരാ. हमने भी उस मृत्यु को स्वीकार പഴയ किया. നിയമ ഭക്തന്മാർക്ക് അത് പറ്റിയില്ല. पुराने करार के कोई आमेन. भी भक्त जन वो नहीं कर पाए. ആമേൻ. आमेन. അവരതിന് ശിക്ഷിക്കപ്പെടുകയായിരുന്നു. वो पुराने करार में न्याय व्यवस्था के अनुसार दंड प्राप्त कर रहे थे. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും മണവാട്ടിയാകാൻ പറ്റിയിട്ടില്ല. इसलिए वो आज भी यीशु मसीह के दुल्हन नहीं बन पाए, നമ്മൾ ദൈവത്തിന്റെ മണവാട്ടിയായി पर മാറി. हम यीशु मसीह के दुल्हन बन पाए. आमेन आमेन. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? क्या आपको समझ में आया? മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ മരിച്ചതിനകത്ത് കയറി വരാം. देखिए, परमेश्वर ने न्याय व्यवस्था के अनुसार हमें मृत्यु देकर हम कलीसिया में बने. ഒരു മരണം നടന്നിട്ട് എവിടെ കയറി വരാം? हमारे अंदर एक मृत्यु का अनुभव आने के बाद हमें कलीसिया का भाग बनाया. മരിച്ചിട്ട് ശവമായിട്ട് കയറിയവരല്ല, ജീവിച്ച് കയറിയവരാണ്. मृत्यु होकर शव शरीर नहीं आया, मृत्यु होकर उसके जीवन को प्राप्त कर कर हम कलीसिया में आए. ആ ജീവനാണ് ഏദനിൽ ആദവന് കിട്ടിയത്. ये जो जीवन में आप जी रहे हैं, यही जीवन आदम को एदन वाटिका में मिली थी. ആ സെയിം ലെവലിലാണ് നമ്മൾ സഭയ്ക്കകത്തിരിക്കുന്നത്. जिस प्रकार आदम एदन वाटिका में था, उसी प्रकार आप और मैं कलीसिया में हैं. അതുകൊണ്ടാണ് ഏദനിനെ സഭയോട് ഉപമിക്കുന്നത്. इसीलिए बाइबल एदन और कलीसिया एक है इस प्रकार कहता है. ഏദനിലെ സെയിം അനുഭവം ഉണ്ടായിരുന്ന ഒരിടം ഉണ്ട്, അതാണ് നോഹയുടെ പെട്ടകം. एदन का अनुभव एक और जगह था, वो था नूहा का आर्क या नूहा का स्ट्रिप. നോഹയുടെ പെട്ടകത്തെ അതുകൊണ്ടാണ് സഭയോട് ഉപമിക്കുന്നത്. इसलिए नूहा का जो नाव था उसको भी कलीसिया कहते हैं. ആമേൻ. അപ്പോ ഏദനിൽ ആദം പാപം ചെയ്ത റൂട്ടൊന്നും അവന് എക്സ്ക്യൂസ് പറയാൻ ദൈവം അനുവദിച്ചില്ല. इसीलिए एदन वाटिका में आदम को जो गलती हुई उसका आरोप किसी और को देने के लिए परमेश्वर ने उसको अनुमति नहीं दी. നൈതിയ नहीं दिया. അല്ലേ? അതുപോലെ സഭയ്ക്കകത്ത് വന്നിട്ട് നീ പാപം ചെയ്ത പിശാചിനെ കുറ്റം പറഞ്ഞ ദൈവം इसी प्रकार कलीसिया में बैठकर पाप कर कर हम शैतान के ऊपर आरोप नहीं डाल सकते. പിടികിട്ടിയോ? समझ रहे हैं इस बात को? പിശാചിന്റെ പോരാട്ടം കൊണ്ടല്ല നീ പാപം ചെയ്യുന്നത്, शैतान അനുസരണ കേടുകൊണ്ടാണ് നീ പാപം ചെയ്യുന്നത്. शैतान के वजह से तूने पाप नहीं किया, तू आज्ञा ना मानने की वजह से तूने पाप किया. ആമേൻ. അപ്പൊ ഇന്നത്തെ ഒബീഡിയൻസ് എന്നുള്ളത് ഏറ്റവും പവർഫുൾ ദൂതാന്ന് മനസ്സിലായോ? तो आपको समझ में आया कि आज आज्ञा मानना ये कितना सामर्थ्य विषय परमेश्वर ने आपसे बांटा. ആമേൻ. നമ്മുടെ എല്ലാ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ തെറ്റുകളുടെയും കാരണം അനുസരണക്കേടാണ്. हमारी छोटी गलती हो या बड़ी गलती हो, उसके पीछे एक ही कारण है कि हमसे जो परमेश्वर ने आज्ञा बोली वो हमने नहीं मानी. ആമേൻ.
യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും മെയിൻ കാരണം അനുസരണക്കേടാണ്. यीशु मसीह के लहू के द्वारा उद्धार प्राप्त करने के बाद हम में से जो भी पाप आते हैं उसका एक ही कारण है कि हम उसकी मेन रीजन उसका ये है कि हम उसकी आज्ञा नहीं मानते. ആമേൻ. പിടികിട്ടിയോ? അപ്പം അനുസരണം എന്നുള്ളത് ഏറ്റവും ഏറ്റവും ഏറ്റവും, അതുകൊണ്ടല്ലേ ബൈബിള് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. इसलिए आज्ञा मानना ये हमारे लिए एक बहुत ही महत्वपूर्ण ആ बात വാക്യം ഒന്നിടാം. है. इसलिए वचन इस प्रकार कहता है कि किंतु शमूएल ने उत्तर दिया, यहोवा को इन दो में से कौन अधिक प्रसन्न करता है, होम बलियां और बलियां या यहोवा की आज्ञा का पालन करना? यह अधिक अच्छा है कि परमेश्वर की आज्ञा का पालन किया जाए इसकी अपेक्षा की उसके बलि भेंट की जाए. यह अधिक अच्छा है कि परमेश्वर की बातें सुने ആ जाए इसके अपेक्षा की ആണ്ട് मेदों അതോടെ से ശ്രദ്ധിക്കണം. चर्बी भेंट की അനുസരിക്കുന്ന जाए. മാത്രമല്ല, देखिए, केवल आज्ञा मानना नहीं पर उसकी बातें भी सुनना. അനുസരിക്കണമെങ്കിൽ നീ ശ്രദ്ധിച്ചേ പറ്റൂ. आज्ञा मानना है तो पहले उसकी बात को सुनना तो पड़ेगा. അതാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്. तो बात सुनना ये इम्पोर्टेंट है. ആമേൻ. മനസ്സിലായോ? അനുസരിക്കണമെങ്കിൽ എന്ത് കേൾക്കണം? अगर आज्ञा माननी है तो पहले उसकी बात को सुनना पड़ेगा. ആമേൻ. हमें ആമേൻ. അത് കേൾക്കാനായി ഞായറാഴ്ച വെച്ചേക്കുന്നത്. कलीसिया इसलिए रखा है कि हम उसकी बात को सुन അതിനാണ് നമ്മൾ सके. യോഗങ്ങൾ വെക്കുന്നത്. हम प्रार्थना सभा इसलिए रखते हैं कि हम उसकी അതിനകത്ത് बातों को വന്ന് सुने. ഇരുന്നാൽ ഒക്കത്തില്ല. प्रार्थना सभा में बैठना काफी नहीं, ശ്രദ്ധിക്കണം. ध्यान देना होगा. ശ്രദ്ധിച്ചെങ്കിലേ എന്താ അനുസരിക്കേണ്ടതെന്ന് മനസ്സിലാവും. ध्यान देंगे तभी तो समझेगा कि क्या आज्ञा बोला അത് जा रहा है. അനുസരിച്ചെങ്കിലേ നിനക്ക് യാഗത്തെക്കാൾ വലിയത് ചെയ്യാൻ പറ്റൂ. और जब हम उस बातों को मानते हैं तो बलिदान से बड़ी चीजों को करते आमेन. हैं. आमेन. ആമേൻ. आमेन. അനുസരണക്കേട് പാപങ്ങളുടെ ബഹുത്വം നിന്റെ ലൈഫിൽ കൊണ്ടുവരും. आज्ञा ना मानना वो पाप के एक झुंड को आपके जीवन में लेकर आएगा. ആമേൻ. आमेन. ആമേൻ. ആമേൻ. നമ്മളൊക്കെ പറയും ഞങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരിക്കത്തില്ല. हम बोलते हैं हम तो परमेश्वर की हर आज्ञा को मानते हैं. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആരെ പേടിയാ? ദൈവത്തെ പേടിയാ. मैं जानता हूँ कि आप सब परमेश्वर से डरते हो. ഇഷ്ടമുള്ളതുകൊണ്ടോ പേടിയല്ല, അതിനേക്കാൾ വലുത് യേശുവിൻ്റെ കൽപ്പനകളെ പേടി. ऐसा नहीं कि परमेश्वर से बहुत प्यार है इसलिए डर है. उसकी जो आज्ञा है उससे भी हम डरते ही हैं. ആമേൻ. സത്യമല്ലേ? सच है ना. ഒന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലുള്ള അവസ്ഥ ഓർത്തിട്ടാ ഒരു പേടി. एक डर ऐसा, अरे अरे स्वर्ग नहीं जा पाएंगे तो हमारा क्या होगा, एक वो डर है. അതൊരു ഭയങ്കര പേടിയാ एक बहुत बड़ा डर है वो. അല്ലേ? നരകത്തിൽ പോയുള്ള അവസ്ഥയൊക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. नरक के बारे में सोचते तो अपने आप डर लग जाता है. അല്ലേ? അത് ഭയങ്കര ഒരു പേടി. वो एक अलग सा डर. പിന്നെ കർത്താവ് ശിക്ഷിക്കും, അതൊരു പേടി. अरे फिर परमेश्वर ने शिक्षा दी तो क्या होगा, वो एक डर. കർത്താവിന് പവറും ഇല്ല, അതുകൊണ്ട് അതൊരു പേടി. परमेश्वर बहुत सामर्थ्य है तो वो एक डर. അതെല്ലാം നമ്മുടെ ബേസ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ കുഴപ്പങ്ങളെ ബേസാ, അതിൻ്റെ പേടിയാണ്. और ये सब हमारे अंदर गलतियां हैं, ये पता है. സ്നേഹം കൂടിയിട്ടുള്ള പേടിയൊന്നുമല്ല നമുക്ക്. इस हमारी गलतियां हम जानते हैं इसलिए ये सब डर लगता है. ये सारे डर परमेश्वर के प्रति प्रेम से नहीं आया है. അല്ലേ? ഒന്നുമല്ല. സ്നേഹം കൂടിയിട്ടുള്ള പേടിയൊന്നുമില്ല. प्रेम के बढ़ाई की वजह से ये डर नहीं आया है. പക്ഷെ ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ അനുസരിക്കണമെങ്കിൽ നീ എന്നെ ശ്രദ്ധിക്കണം. परमेश्वर कहता है मेरी आज्ञा मानना है, पहले मेरे बातों को सुनो ध्यान से. അല്ലേ? ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അതിന് ഈ ബൈബിൾ ഒത്തിരി സംവിധാനങ്ങൾ പറഞ്ഞു. परमेश्वर की आवाज़ को सुनना है, उसकी बातों को सुनना है तो बाइबल ने बहुत सारी चीज़ें बताई है उसके लिए. ഈ ദൈവം നമ്മളോട് നമ്മളെ പറയുന്നത് എന്താ? ഞങ്ങളെല്ലാം ദൈവത്തെ അനുസരിക്കുന്നു. हम क्या बोलते हैं, हम हर चीज़ मानते हैं परमेश्वर. അല്ലേ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ
ധിക്കരിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ആരുമില്ലെന്ന്. अगर परमेश्वर ने कुछ बोला तो वो नहीं करेंगे, ऐसा बोलने वाला कोई हमारी कलीसिया में, तो मैं बोलूँगा कि ऐसा तो कोई नहीं, അങ്ങനെ ആരുമില്ല ഇവിടെ. ऐसा कोई नहीं है यहाँ पर. എനിക്കൊന്നും അങ്ങനെ ഒരാൾ ഭൂമി കാണത്തില്ല. ऐसा कोई अगर ठान ले कि जो परमेश्वर ने बोला नहीं करूँगा, तो शायद वो पृथ्वी पर भी नहीं അപ്പം रहेगा. അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഇപ്പം ദൈവം വന്നിട്ട് ഒരു ഹിന്ദുവിനോട് ഒരു കാര്യം പറഞ്ഞാലും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അവൻ അത് അന്നേരം അനുസരിക്കും. देखिए, परमेश्वर अगर प्रकट हो और किसी भी जाति के लोगों को बोले तो वो खुद कर ही लेगा बात. ആരും ധിക്കരിക്കത്തില്ല. कोई ऐसा नहीं बोलेगा कि പിന്നെ मैं नहीं നമ്മൾ करूँगा. എവിടെ അനുസരണക്കേട് കാണിക്കുന്നു? फिर ऐसी क्या बात है जिधर हम उसकी आज्ञा को नहीं मानते? പാസ്റ്റർ സന്തോഷ് പറയുന്നു മുത്തും അനുസരിക്കത്തില്ല. पास्टर संतोष ने बोला तो वो बात मानने को थोड़ा प्रॉब्लम है. പിന്നെ അത് ലിൻസി ആണെങ്കിൽ അതിനേക്കാൾ ഒട്ടും അനുസരിക്കത്തില്ല. हाँ, अगर पास्टर लिंसी ने बोला तो फिर तो बिल्कुल भी नहीं मानेंगे. കാരണം അത് സന്തോഷല്ലേ പറഞ്ഞു क्योंकि वो तो पास्टर संतोष बोल रहे हैं ना, അല്ലേ? അത് ദൈവമല്ലല്ലോ പറഞ്ഞു. थोड़ी परमेश्वर ने बोला है. ഇത് നമ്മുടെ വെപ്പാ. ये हमारी सोच है. ഇന്ന് ദൈവം ഇവിടെ വന്ന് ശബ്ദിച്ച ശബ്ദത്തിന്റെ പേരാണ് ലിൻസി ആൻഡ് സന്തോഷ്. आज यहाँ परमेश्वर ने आपसे बात करने के लिए जो इस्तेमाल किया है आवाज़, वो है पास्टर संतोष और लिंसी का. അതാണ് ദൈവശബ്ദം. वो है परमेश्वर की आवाज़. ഈ പ്രവാചകന്മാർ പഴയ നിമിത്തി പ്രവചിക്കുന്ന കേട്ടിട്ടുണ്ടോ? पुराने करार के जो नबी थे, आपने उनके भविष्यवाणी सुनी? ശമൂവേല് നിന്നോട് പറയുന്നതല്ല ശൗമേല് പറയുന്നത്. शामुएल ऐसा नहीं कहता कि सौमेल तुझसे बात कर रहा है. യഹോവയുടെ അരുളപ്പാട്. शामुएल कहता था इस प्रकार यहोवा बात कर रहा है. आमेन, आमेन. ആമേൻ. Thus says the Amen. Lord. आमेन. ആന്നോ? हाँ या नहीं? ലാസ്റ്റ് വീക്കിൽ പ്രൊഫറ്റ് ശ്രീജിത്ത് എപ്പോഴും പ്രവചിച്ചപ്പോ എന്താ പറഞ്ഞു? पिछले हफ्ते जब प्रॉफिट श्रीजीत नबूवत कर रहे थे तो वो क्या कह रहे थे? പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. बोल रहे थे कि पवित्र आत्मा आपसे कह रहा है. आमेन. പക്ഷെ വോയിസ് ആരുടെയാ? पर आवाज किसकी थी? ആമേൻ. ശ്രീജിത്തിന്റെ. नबी श्रीजीत की. തെളിവ് വേണം. सबूत चाहिए. ഫറവോനോട് പറഞ്ഞതാരാ? फरो से कौन बात कर रहा था? മോശ. मूसा बात പക്ഷെ कर അത് रहा था. ആരുടെ വോയിസാ? पर आवाज किसकी थी? യഹോവയുടെ വോയിസ്. यहोवा की आवाज. യഹോവ എന്താ മോശയോട് പറഞ്ഞു? यहोवा ने मूसा से क्या कहा? എന്റെ ശബ്ദം നിന്റെ നാവോട് കൂടി ഇരിക്കും. मेरी आवाज तेरे जुबान पर നീയാണ് आएगी. അവിടെ നിൽക്കുന്നത്. तू वहां खड़ा പക്ഷെ है, സംസാരിക്കുന്ന നീയല്ല, पर बात करने वाला तू അത് नहीं, ഞാനായിരിക്കും. मैं बात करूंगा. आमेन. ആമേൻ. അപ്പൊ ഈ ബോധത്തോട് വേണം എല്ലാ സൺഡേയും വരാൻ. इस समझ के साथ कलीसिया में पैर रखे. സൂമി ബുധനാഴ്ച അറ്റൻഡ് ചെയ്യുന്ന ഈ ചിന്താഗതിയോട് വേണം. बुधवार को जब आप जूम मीटिंग में बैठते हैं तो इसी समझ से बैठे. നിങ്ങൾ നോക്കുമ്പോൾ വലിയ പ്രായമില്ലാത്ത ഒരു ജിതിൻ അവിടെ കടന്ന് പ്രസംഗിക്കുന്നു. आप बोल रहे हैं ये बुधवार में ये नौजवान जितिन प्रचार कर रहा है. അതുകൊണ്ട് ചിലർ അറ്റൻഡ് പോലും ചെയ്യത്തില്ല. कुछ लोग तो बुधवार की मीटिंग में आते ही नहीं. കർത്താവ് വരും ഹിസ്നിയനസ് ഡോംബുലിയെ തപ്പി. परमेश्वर आता है इस नियरनेस डोंबिवली की खोज में. അതിനകത്തെ 90% ആളുകളും അന്നേരം അവിടെ ഇല്ല. पर 90 लोग प्रतिशत इस नियरनेस के लोग वहाँ पे है नहीं. പക്ഷെ അദ്ദേഹത്തിൻ്റെ വായിലൂടെ ഹിസ്നിയനസിന് മൊത്തമുള്ള ദൂത് കൊടുക്കും. पर पास्टर जितिन के जबान के द्वारा परमेश्वर इस नियरनेस को अपनी वाणी सुनाता है. ഞങ്ങൾ കേട്ടില്ലല്ലോ. हमने तो सुना ही नहीं पास्टर. നിങ്ങൾ കേട്ടില്ലല്ലോ, അനുസരണക്കേട് കാണിക്കുന്നുണ്ടല്ലോ. सुना नहीं, फिर भी आज्ञा तो नहीं मान रहे. കാരണം അന്ന് പറഞ്ഞ മുഴുവൻ ഇപ്പൊ തെറ്റിച്ചോണ്ടിരിക്കുക. क्योंकि बुधवार പക്ഷെ के दिन കേട്ടില്ല. बुधवार के दिन जो परमेश्वर ने कलीसिया से बोली, आप तो पहले से ही उसको गलत कर रहे हैं. आपने तो सुना भी नहीं. ഇനി ഞാൻ ഏതൻ വെച്ചിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. उसको मैं एदन में बताता हूँ और ദൈവം പറഞ്ഞത് ആര് കേട്ടു? परमेश्वर ने जो बोला किसने सुना? ആദം കേട്ടു. आदम ने सुना. ആര് കേട്ടില്ല? किसने नहीं सुना? ഹവ്വ കേട്ടില്ല. हवा ने नहीं सुना. അപ്പൊ പിശാച് ഉപയോഗിച്ച വടി പറയാൻ പോവാ. तो शैतान ने क्या किया वहां पे? കേൾക്കാത്ത ആളെ ചതിച്ചു. जिसने आवाज नहीं सुनी उसको धोखा दिया. കേട്ടയാളെ അനുസരണക്കേട് കാണിച്ചു. जिसने आवाज सुना उसने आज्ञा नहीं मानी ശിക്ഷ രണ്ടിനും കിട്ടി. और दंड दोनों को मिला. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്ത നിന്നെ പിശാച് ചതിക്കും. प्रार्थना सभा में जो नहीं आते उसको धोखा मिलता है. പിശാച് ഈസി ആയിട്ട് നിന്നെ ചതിക്കും. शैतान आपको बड़ी आसानी से धोखा दे सकता അറ്റൻഡ് है. ചെയ്ത നീ അനുസരണക്കേടും കാണിക്കും. अटेंड जो तूने किया तू आज्ञा मानता भी नहीं.
ഇനി ശ്രദ്ധിക്കേണ്ടത്, പിശാച് ചതിച്ച ആൾ ഓൾറെഡി ഇപ്പം ആരുടെ കയ്യില്ല? जिसको शैतान ने धोखा दिया वो किसके हाथ में है? പിശാചിന്റെ കയ്യില്ല. शैतान के हाथ में है। അനുസരണക്കേട് കാണിച്ചവൻ ഇതുവരെ പിശാചിന്റെ കയ്യിൽ എത്തിയിട്ടില്ല. जिसने आज्ञा नहीं मानी वो अब तक शैतान के हाथ में पहुंचा नहीं। ശ്രദ്ധിച്ചോണം, ध्यान दीजिए, അവന്റെ ഭാഗ്യം. उसका कितना बड़ा सौभाग्य है। പഴം തിന്നിട്ടും वो फल खाने के बावजूद അവനെ കാണാൻ ആര് വന്നു? उसको देखने के लिए कौन आया? ദൈവം വന്നു. परमेश्वर आया। ഇവൻ എവിടെ പോയി? ये कहाँ गया? ഇവൻ പോയി ഒളിച്ചു. वो छुपने चला गया। ഹവ്വേ നീ എവിടാന്ന് വന്ന് ചോദിച്ചോ? क्या परमेश्वर ने आके ये पूछा हव्वा तू कहाँ है? ചോദിച്ചോ? ഇല്ല. ആദമേ നീ എവിടാ? परमेश्वर ने पूछा आदम तू कहाँ है? लेखमनादी रखो। എടാ നിന്റെ അനുസരണക്കേട് എന്നിൽ നിന്ന് നിന്നെ അകറ്റി. तेरी आज्ञा ना मानना ये तुझे मुझसे दूर लेकर गया। പിശാചല്ല എന്നിൽ നിന്ന് നിന്നെ അകറ്റിയേ, शैतान ने तुझे दूर नहीं किया। നിന്റെ അനുസരണക്കേടാണ് എന്നിൽ നിന്ന് നിന്നെ तेरी അകറ്റിയത്. आज्ञा ना मानना यही तुझे आमेन। मुझसे दूर लेकर गया। ആമേൻ. പിശാചല്ല ആദ്യം ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നത്. शैतान तुझे परमेश्वर से दूर नहीं करता। നിന്റെ അനുസരണക്കേടാണ് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. तेरी आज्ञा ना मानना ही तुझे पहले परमेश्वर से दूर करती है। ആമേൻ. आमेन। പിടികിട്ടുന്നുണ്ടോ ഇത്? आमेन। समझ रहे इस बात को? പക്ഷെ ദൈവം പിന്നെ അവിടെ വരിക. पर फिर परमेश्वर दोबारा आता है। ദൈവം അവിടെ എത്തിയത് എന്തിനാണെന്നറിയോ? क्यों आया है ഇവൻ परमेश्वर? നെടുമ്പാട് വീഴുന്ന കാണാനാ. ये देखने के लिए कि वो अपनी बातों को मानकर परमेश्वर के पैरों पर गिर जाए। ध्यान दीजिए, നിങ്ങൾ നോക്കിക്കേ, ध्यान दीजिए। ഇതേപോലെ ഒരു അനുഭവം പത്രോസിനുണ്ട്. ऐसा ही एक अनुभव पतरस के पास भी था। പത്രോസിനോട് എന്ത് പറഞ്ഞു? पतरस को നിന്നെ क्या बोला? കോതമ്പ് പോലെ പാറ്റാൻ എന്നോട് പിശാച് ചോദിച്ചു. गेहूं के समान तुझे पीसने के लिए शैतान ने मुझसे तुझे मांगा था, ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. पर मैंने नहीं दिया। കൊടുക്കുമെന്നും പറഞ്ഞിട്ടില്ല. दूंगा ये भी नहीं बोला। ഉണ്ടോ? ഇപ്പൊ കർത്താവ് കൊടുത്തിട്ടില്ല. तो परमेश्वर ने पतरस को शैतान को नहीं എന്നിട്ട് ഒരു सौंपा, ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുത്തു, ഒരു ഇൻസ്ട്രക്ഷൻ. पर एक चीज उससे कहा ഇന്ന് കോഴി കൂവും, कि आज सवेरे मुर्गा बांग लगाने से അതിനു पहले മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. तू मेरा तिरस्कार करेगा 3 बार। തള്ളി പറയാൻ വേണ്ടിയിട്ടല്ല ഈ ദൂത് പറഞ്ഞു. ये बात उसने उसको इसलिए नहीं बोली ताकि वो तिरस्कार करे, അതിനകത്തുനിന്ന് രക്ഷപ്പെടാനാ. उसमें से बचने के लिए उसको कहा गया, ഇവൻ രക്ഷപ്പെട്ടില്ല. पर वो बचा नहीं। ഇവൻ പോയി 3 വട്ടം അങ്ങ് തള്ളി പറഞ്ഞു. उसने 3 बार उसका तिरस्कार किया, പാപം ചെയ്തോ? पाप किया। ഇനി ആദമും ഇവനും തമ്മിലുള്ള വ്യത്യാസം. पर आदम और पतरस में एक फर्क। തള്ളി പറഞ്ഞ പത്രോസ് യേശു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പം പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. जो तिरस्कार किया हुआ पतरस, जब यीशु ने उसकी ओर देखा तो पतरस रोने लग गया। ആമേൻ. आमेन। ആദമിന്റെ അടുക്ക ദൈവം വന്നിട്ട് അവൻ നെടുമ്പാട് വീഴുന്നില്ല. पर आदम के पास परमेश्वर आया और वो परमेश्वर के पैरों पर गिरा नहीं। ഇതാണ് പഴയ നിയമത്തിലെ ആദമും പുതിയ നിയമത്തിലെ പത്രോസും തമ്മിലുള്ള വ്യത്യാസം. और यही है फर्क पुराने करार के आदम और नए करार के पतरस में। ആമേൻ. ആമേൻ. അതാണ് പുതിയ നിയമത്തിന്റെ രക്ഷയുടെ കരുത്ത്. और यही है नए करार के उद्धार की सामर्थ। ആമേൻ. ഒരു നോട്ടം മതി, एक നമ്മൾ देखना ही നെടുമ്പാട് काफी വീഴുവോ? है, हम उसके पैरों पर गिर ഒരു जाए। ശബ്ദം മതി, एक आवाज काफी നമ്മൾ है, നെടുമ്പാട് വീഴും. हम उसके पैरों पर गिर जाएंगे। ആമേൻ. आमेन। മനസ്സിലായോ? ദൂത് പിടി കിട്ടിയോ? समझ रहे इस बात को? ആദം ചെയ്തില്ലത്. आदम ने नहीं किया। അടുത്ത എന്താ നോക്ക്. ആദം വാ തുറന്നിട്ട് അവന്റെ തെറ്റിന് കുറ്റം പറച്ചിൽ തുടങ്ങി. और आदम अपने मुंह को खोलकर उसकी गलती के विरुद्ध बात करने लग गया। രണ്ടുപേരെ അവൻ കുറ്റം പറഞ്ഞു. वो 2 लोगों को आरोपी बनाता है, ഒന്ന് സ്വന്തം ഭാര്യയെ, एक खुद की पत्नी को 2 ആ ഭാര്യ അവന് കൊടുത്ത ദൈവത്തെ. और दूसरा जो पत्नी दिया उस परमेश्वर को। രണ്ടുപേരെ അവൻ കുറ്റം പറഞ്ഞു. वो 2 लोगों को आरोपी ठहराता है। അനുസരണക്കേടിന്റെ ഒരു കുഴപ്പം ഇത്. देखिए आज्ञा ना मानने वालों का चरित्र यही है। ദൈവം തന്ന എല്ലാത്തിനും കുറ്റം പറയും. जो चीज परमेश्वर देता है सबकी बुराई करते हैं। ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. मैं ऐसे बोलता हूँ,
അനുസരണക്കേട് നിന്നിലുണ്ടോയെന്ന് ചോദിച്ചാൽ വീട്ടിലുള്ള എല്ലാവരെയും ഒരാൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം അവൻ അനുസരണം കെട്ടവനാണ്. अगर आपको जांचना है कि आपके अंदर आज्ञा ना मानने की बीमारी है तो आप देखिए वो व्यक्ति घर के सारे लोगों के बारे में बुराई करता है. ഭാര്യയെ പറയും, അല്ലെങ്കിൽ ഭർത്താവിനെ പറയും, മക്കളെയും പറയും, എല്ലാത്തിനും കുറ്റം पत्नी के പറയുന്നുണ്ടെങ്കിൽ बारे में, അവനെ പോലെ അനുസരണം കെട്ടവൻ വേറെയില്ല. पत्नी की बुराई, बच्चे की बुराई, पति की बुराई जो करता है उसके अंदर आज्ञा ना मानने की बीमारी है. തെളിവ് വേണം. जीसस सबूत चाहिए. ഹാഗാറിനെയും ഇശ്മയേലിനെയും കുറ്റം പറഞ്ഞു ആര്? അബ്രഹാം आगार और इश्माइल के बारे में बुराई बोली. പറഞ്ഞോ? बोली कि नहीं? അവനെ വേണ്ട, അവളെ പുറത്താക്കണം. सारा ആ सारा ने बोला. സാറ പറഞ്ഞു. പറഞ്ഞോ? सारा ने बोला आगार को बाहर करो, पारन्यो। इश्माइल को बाहर करो. ഈ കയറ്റി വിട്ട ആരാ? पर ये आए कहाँ? ये आए कहाँ से അനുസരണക്കേട് थे? കാണിച്ച ആരാ? सारा ने ही किया था ये बात. തെറ്റ് കാണിച്ച ആരാ? गलती उसी ने की. ഇപ്പൊ കുറ്റം പറയുന്ന ആരാ? अब बुराई कौन बोल रहा है? പിടികിട്ടിയോ? लिमा को दो रुपया 18 खाला परत रेमेयांथो खबासी वालियांथो रो. നിങ്ങൾ നിങ്ങളെ വിവേചിക്ക്, अभी आप अपने आप को जांच लो എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് പ്രവചിക്ക് और अपने आप को ही नबूवत करो അനുസരണക്കേടുണ്ടോ ഇല്ലയോ എന്ന്. कि वो सोचो मेरे अंदर आज्ञा ना मानने की बीमारी है या नहीं. रिखंदले रिबट्टिना से खोथो रुपया अठेला बतका से खंदो रुपया. നീ ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യനാണെങ്കിൽ, अगर तो परमेश्वर की आज्ञा मानने वाला एक व्यक्ति है तो, അനുസരണത്തിന് വില കൊടുക്കുന്ന വ്യക്തിയാ നീയെങ്കിൽ, अगर आज्ञा मानने के लिए जो दाम चुकाना है वो तो ഒരു चुकाता है तो ക്വാളിറ്റി നിന്റെ വീട്ടിലുള്ളവർക്കില്ലേലും तेरे परिवार के किसी लोगों में कोई भी गुण क्यों ना हो, പക്ഷെ നിനക്കത് ബെസ്റ്റ് ആയിരിക്കും. तू अपने लोगों को अच्छा ही सोचेगा. आमेन. ആമേൻ, ആമേൻ. നിങ്ങൾ നോക്ക്, ഈ പ്രവചന പുസ്തകത്തിനകത്ത് വ്യഭിചാരിണിയെ കല്യാണം കഴിച്ച പ്രവാചകനുണ്ട്. आप देखिए इस वचन के अंदर व्यभिचार करने वाली स्त्री को शादी किया वो एक नबी है. ആ നബി ഒരിക്കലും ഭാര്യയെ കുറ്റം പറഞ്ഞിട്ടില്ല. उस नबी ने एक बार भी अपनी बीवी की गलती नहीं लिखी. ഉണ്ടോ? वाओ, ഇല്ല. नहीं लिखी. माय गुडनेस. रेबला खासियांतो. ആമേൻ. നീ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റൊരാളെ കുറ്റം പറയേണ്ട ആവശ്യം നിനക്കില്ല. अगर तू परमेश्वर की आज्ञा मानने वाले व्यक्ति है तो दूसरे की बुराई करने की तुझे जरूरत ही नहीं है. ആമേൻ, ആമേൻ. നിന്റെ അനുസരണം മതി അവിടെ അനുഗ്രഹിക്കപ്പെടാൻ. तू आज्ञा मानेगा तो सब कुछ अपने आप ही आशीषित हो जाएगा. നിന്റെ അനുസരണക്കേട് ആ വീട്ടിലെ പ്രോബ്ലം. तो तेरे परिवार का सबसे बड़ा प्रॉब्लम यह है कि तू आज्ञा नहीं मानता. ആ അനുസരണക്കേട് നിനക്കവിടെ മറച്ചു വെക്കാൻ നീ മറ്റുള്ളവരെ കുറ്റം പറയാം. और क्योंकि तुझे ये बात छुपाना है कि तू आज्ञा नहीं मानता, इसलिए तू दूसरों की बुराई करता है. ഹലോ, എനിക്കറിയാം ഇതാണ് ഒറിജിനൽ പ്രസംഗം. मैं जानता हूँ സ്വോത്രം പറയാൻ പറ്റത്തില്ലല്ലോ. मैं जानता हूँ यही अच्छा प्रचार है, स्तुति तो नहीं हो रही. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? ഞാനീ പറഞ്ഞ പിടികിട്ടിയോ? നമ്മുടെ അനുസരണം മതി വീട് അനുഗ്രഹിക്കപ്പെടാൻ. हम आज्ञा मानना ही काफी है कि परिवार हमारा आशीषित हो जाए. നമ്മുടെ അനുസരണക്കേടാണ് വീട്ടിൽ പ്രോബ്ലം ഉണ്ടാകുന്നത്. हमारी आज्ञा ना मानना ही हमारे परिवार की सबसे बड़ी समस्या है. ആമേൻ, ആമേൻ. ഈ മലയാളത്തിലൊരു പഴഞ്ചൊല്ല് ഉള്ളത് പറഞ്ഞ കള്ളിക്ക് തുള്ളൽ. हिंदी में ऐसे कहते हैं कि चोर की दाढ़ी में तिनका. ആ ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ അല്ലേ? എന്തിനാ ഈ കിടന്നുകൊണ്ട് തുള്ളുന്നേ? എന്തിനാ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? क्यों इतना समस्या कर रहे हो? കള്ളമുണ്ട് കയ്യിൽ. क्योंकि कुछ तो गड़बड़ है हाथ में. അപ്പം അവിടുന്ന് ഉള്ളത് വന്നപ്പോൾ ഇവിടെ തുള്ളൽ തുടങ്ങി. तो कोई कुछ सच बोल देता है तो फिर हड़बड़ाने लग जाती हो. ആമേ, ആമേ. ഞാൻ ഈ പറഞ്ഞ പിടികിട്ടിയോ? समझ रहा है मैं जो कह रहा हूँ? അനുസരണം ഇമ്പോർട്ടൻ്റാ.
आज्ञा मानना ये बहुत ही इम्पोर्टेंट है। നമ്മുടെ യേശു ഈ ഭൂമിയിൽ വന്നിട്ട് यीशु मसीह ഏറ്റവും അധികം തെളിയിച്ചത് അനുസരണ. यीशु मसीह इस पृथ्वी पर आकर सबसे बड़ी बात जो उसने की वो थी आज्ञा मानना। യേശുവിന്റെ അനുസരണത്തെ കുറിച്ച് കാൽവരിയോളം അവൻ यीशु അനുസരണമുള്ളവനായി. मसीह की आज्ञा मानने के बारे में इस प्रकार कहता है कि कलवरी की मृत्यु तक वो आज्ञा मानता रहा। ആമേൻ. आमेन। കാൽവരിയോളം കാൽവരി മരണത്തോളം അനുസരണമുള്ളവനായി. कलवरी की मृत्यु तक यीशु मसीह आज्ञा നമ്മുടെ मानता ഭാഷ रहा। പറഞ്ഞാൽ हमारे भाषा में कहूँ ഒന്നുകിൽ നമ്മുടെ മരണം വരെ एक तो हमारे मृत्यु तक അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവ് വരെ या यीशु मसीह के आगमन നമ്മൾ तक അനുസരണമുള്ളവരായിരിക്കുക. हम आज्ञा मानने वाले बने। അനുസരിക്കണമെങ്കിൽ अगर आज्ञाकारी बनना है ശ്രദ്ധിക്കുന്നവരാകുക. तो कान लगाकर सुनना चाहिए। ദൈവ ശബ്ദത്തിന് എപ്പോഴും കാതു തുറക്കുക. परमेश्वर की आवाज को ध्यान से सुनना എവിടെ ദൈവ चाहिए। ശബ്ദം കിട്ടിയാലും जहाँ भी उसकी आवाज അവിടെ मिले നിന്റെ കാതുണ്ടായിരിക്കണം, तेरे कान वहाँ അവിടെ मौजूद നിന്റെ होने चाहिए, ശ്രദ്ധയുണ്ടായിരിക്കണം. वहाँ पे तेरे ध्यान होना അവൻ चाहिए। തോൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ऐसे व्यक्ति कभी नहीं हारेगा। ആമേൻ. आमीन। എത്ര പേർക്ക് ദൂത് മനസ്സിലായി? कितने लोग इस बात को समझ पाए? അനുസരിക്കാൻ ഒരു കൃപ വേണം. അതിനു വേണ്ടി ദൈവത്തോട് ऐसे പ്രാർത്ഥിക്കാം. बोलिए परमेश्वर आज्ञा मानने के लिए कृपा दे दो। ആമേൻ. आमीन। എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. सब लोग प्रार्थना करें, അനുസരിക്കാൻ ഒരു കൃപ വേണം. आज्ञा मानने के लिए कृपा। ആമേൻ. हालेलुया। यस വീട്ടിൽ लॉर्ड। ആരനുസരിച്ചാലും घर में कोई भी आज्ञा माने, അനുസരിച്ചില്ലേലും कोई भी ना माने, എനിക്കത് വിഷയമല്ല. मैं उसको नहीं देखूंगा। ഞാനൊരു അനുസരണമുള്ളവനാകാനാಗಿ मैं एक आज्ञाकारी बनूं। आई बिकम വാക്തത്വത്തിലേക്ക് എന്നെ ഓടാൻ കരുത്തു തരുന്ന എന്റെ അനുസരണ. मैं आज्ञा मानूं, वही मेरी ताकत है कि मैं वायदे की ओर दौड़ सकता हूँ। വാക്തത്വത്തെ ഓടിപ്പിടിക്കാൻ എനിക്ക് ബലം തരുന്നത് അനുസരണ. वायदे को प्राप्त करने के लिए जो बल है वो मेरा आज्ञाकारी बनने में है। लेखो रोबोसियन थेला അനുസരണത്തിനായിട്ട് എന്നെ സബ്മിറ്റ് ചെയ്യും. आज्ञाकारी बनने के लिए मैं यत्र अपने पेरे आप को दुप्रार्थी। समर्पित करता हूँ। എത്ര പേരത് പ്രാർത്ഥിക്കും? कितने लोग उसको प्रार्थना ഒരു करेंगे? അധിക അനുസരണത്തിനാണ്. एक आज्ञाकारी बनने के लिए അധികം അനുസരണം. अधिक तौर पर उसकी ഇതുവരെ आज्ञा माने। ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ഒരു അനുസരണം. आज तक जैसे नहीं, उससे अधिक വാക്തത്വത്തിലേക്ക് വളരെ വേഗത്തിൽ ഓടിക്കേറാനുള്ള ഒരു അനുസരണം. वायदे में दौड़ कर जाने वाला एक आज्ञाकारी व्यक्ति। കർത്താവിന്റെ വരവിന് വേണ്ടി എന്നെ വളരെ വേഗത്തിൽ ഓടിക്കുന്ന ഒരു അനുസരണം. परमेश्वर की आगमन के लिए तैयारी करने वाला അതിനെ ഞാൻ എന്നെ ऐसी एक സമർപ്പിക്കാം. आज्ञाकारी व्यक्ति। അതിന് ഞാൻ എന്നെ इसके लिए സമർപ്പിക്കാം. मैं अपने आप को समर्पित करता हूँ। അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ऐसे प्रार्थना करने ഒരു वाले മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. आप अपने जगह पर एक मिनट रुक जाए। അനുസരണത്തിന് വേണ്ടി എന്നെ ഒരിക്കലൂടെ आज्ञाकारी बनने के लिए मुझे तैयार करें। അടരബ ഹസന്തര ठेला मनसिया അടകതന പ്രൗഢബ ബബ അടകതന കടകസിയാദന. എഴുന്നേറ്റ് വെറുതെ നിൽക്കല്ലേ. खड़े ऐसे ही ना നിങ്ങൾ रहे, ദൈവത്തോട് സംസാരിച്ചോണ്ട് आप നിൽക്കുക. परमेश्वर से बात അപ്പൊ ഈ करें। അനുസരണത്തിന് ഒരു കൃപ എനിക്ക് താ. इस आज्ञा मानने के लिए कृपा चाहिए। എനിക്ക് അനുസരണത്തിൽ പൂർണ്ണ ജയാളിയാകണം. मुझे आज्ञा मानने के इस विषय में जयवंत होना है। എനിക്ക് പൂർണ്ണ ജയാളിയാകണം. मुझे पूरी तरह से जयवंत होना है। അതിനൊരു കൃപ എനിക്കിന്ന് വേണം. उसके लिए मुझे एक कृपा चाहिए। എന്റെ സീക്രട്ട് അനുസരണമായിരിക്കണം. मेरा रहस्य तेरी आज्ञा मानना हो। उडल खमना अटेखला मना दिया। എനിക്കറിയത്തില്ല ഇവിടെ എന്തോ ഷിഫ്റ്റ് ആകുന്നുണ്ട്. यहाँ कुछ चीजें बदल रही है। ഇവിടെ ചിലത് ഷിഫ്റ്റ് ആകുന്നുണ്ട്. यहाँ कुछ चीजें बदल रही है। ഇത്ര നാള് നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത പലതും ഈ അനുസരണത്തിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തപ്പോ നടക്കാൻ പോവാ. इतना साल आपने जो प्रार्थना किया फिर भी नहीं हुआ, ऐसी चीजें आज आपके समर्पण में हो रही है। തുറക്കാത്ത ചിലത് തുറക്കുക, कुछ दरवाजे खुल रहे हैं, ചിലത് തുറക്കുക. खुल रहे हैं इस वक्त। ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടുക, कुछ विषयों का समाधान आप तक पहुंच रहा है। ചിലത് ജനിക്കപ്പെടുക. कुछ जन्म हो रहे हैं। देखला मनियासिया उडी खरा दरगासिया मना खरा मनसिया लबा अडे खरे दोरो मोनो ये रखासिया प्रार्थना करे, प्रार्थना करे, प्रार्थना करे। അനുസരണത്തിന്റെ പുതിയൊരു തലം, आज्ञा मानने का एक नया ഒരു स्तर, പുതിയ തലം, आज्ञा मानने का नया स्तर, അനുസരണത്തിന് പുതിയൊരു ഡെഫിനിഷൻ ഞാൻ മുഖാന്തരം ഉണ്ടാകട്ടെ. आज्ञा मानने का एक नया डेफिनेशन मेरे वजह से होगा।
हालेलुया। അബ്രഹാം ഉണ്ടാക്കി അനുസരണത്തിന്റെ പുതിയൊരു ഡെഫിനിഷൻ. इब्राहिम ने आज्ञा मानने का एक नया स्तर खोला। അതാണ് മോറിയായി കണ്ടത്. वही हम मोरिया के पर्वत पे देखते हैं। അടല റബന ബറബ ഓടിയ അന്തരഗസ്യാല ബബ। ശകദന കടകസ നീ ഉണ്ടാക്കൊരു പുതിയ ഡെഫിനിഷൻ. तू एक नया स्तर बना। കർത്താവ് ചൂണ്ടി പറയട്ടെ, परमेश्वर तुझे देखकर बोले നിന്റെ അനുസരണം तेरी आज्ञा मानना। दिखल बौडी मिनी ശികാതന കടക अटेखरल ബാബാ बनस ബാബാ अठेल അസകതന बनबा പ്രൗഢ ബാബാ उडाखरदल रियांद അടകതന പ്രൗഢ ബാബാ शमानदरगस्या അടകതന കടകസിയ रिखंदलरे बेडियांद അടകതന പ്രൗഢ ബാബാ. बेरखंदल रस्या। നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചാണ്. आप परमेश्वर से बातें ഒരു कर रहे हैं। ആത്മാവിന്റെ സ്പർശനം ഇപ്പൊ നടക്കും ഇവിടെ. आत्मा आपको छू रही है। നിന്റെ അകത്തൊരു സ്പർശനം, तेरे अंदर आत्मा छू रही है। നിന്റെ സോളിനെ ആത്മാവിന്ന് തൊടും. तेरे मन को आत्मा छू रहा है। സോളിനെ ആത്മാവ് തൊടാൻ तेरे പോകും. मन को आत्मा छू അവിടെ रहा ചിലത് है। ക്രമീകരിക്കപ്പെടാൻ പോകും. वहाँ कुछ चीजों को ठीक कर रहा है। खेल मनदरगस्या लरबबबबबबबब। ശുകതന കടകസിയ ഊടി ബിരിയാന്തല അടകതനിയ രഗസ്യകാര്യ സാന്തുരാദകൽ പ്രൗഢ. അടകതന പ്രൗഢ അടകരവല ബാബാ ഊടി ബിരിയാന്തല രഗസ്യ അസകതന പ്രൗഢ ബാബാ ശകത റികാന്തല രവ ഊടി ബിരിയാന്തല രഗസ്യ ഖനദിയാല കടകസിയാദന ശമാനദ രഗസ്യാല രബ അസ്വനാദിയാല ഗൗഡരവ കടകസിയാദന. ഊടി ബരഗദല രഗസ്യാന്തല രഗസ്യ। എന്തുകൊണ്ടാ ദൈവം ഈ ദൂത് നമ്മളോട് പറയുന്നറിയോ? परमेश्वर हमसे ये वाणी क्यों दे रहा है? അതിനൊരു കാരണമുണ്ട്. उसका एक कारण है। കഴിഞ്ഞ ആഴ്ച പ്രവാചകൻ പ്രവചിച്ചു, पिछले हफ्ते नबी ने कहा കഴിഞ്ഞ 5 വർഷം ഓടിയത് ഈ 5 മാസം കൊണ്ട് നമ്മൾ ഓടാൻ പോകും. पिछले 5 साल जो दौड़ लगाई है वो हम अगले 5 महीने में दौड़ने वाले हैं। ആമേൻ आमेन ആമേൻ. आमेन। നമ്മുടെ സ്പീഡ് കൂടാൻ പോവാ. हमारी गति बढ़ने वाली है അതിന്റെ സീക്രട്ടാ ദൈവം പറയുന്നത്. और वो गति बढ़ाने का रहस्य നമ്മുടെ है അനുസരണം कि വർദ്ധിക്കുമ്പോൾ हम जब अपने आज्ञाकारी बनते स्पीड हैं कूड़ू। तो गति अपने आप बढ़ स्पीड जाती कूड़ू। है। गति बढ़ जाती है। അനുസരണം വർദ്ധിക്കുമ്പോ जैसी आज्ञा मानना നമ്മുടെ बढ़ता है स्पीड വർദ്ധിക്കും. हमारी गति बढ़ती जाती है। हालेलुया। 99 വരെ ഇല്ലാത്ത സ്പീഡ് 99 കഴിഞ്ഞപ്പോ അബ്രാമിനുണ്ടായി. 99 साल तक जो गति नहीं वो 100वें साल से अब्राहम को അതിന്റെ लग കാരണം गई। എന്താ? उसका कारण ये है 99 വരെയുള്ള അനുസരണം അല്ല, 99 കഴിഞ്ഞ്. तो 99 साल तक जो आज्ञाकारी नहीं वो उसके बाद आज्ञाकारी ഇപ്പൊ बन गया। അനുസരണത്തിൽ പെർഫെക്ഷൻ വരാൻ തുടങ്ങി. अब आज्ञाकारी में सिद्धता आने लगी। ആമേൻ. അതാണ് ഇന്നിവിടെ നടക്കുന്നത്. वो आज यहाँ हो അത് रहा है। നടക്കുമ്പോൾ जब वो होता നമ്മുടെ है സ്പീഡ് വർദ്ധിക്കാൻ പോവാ. हमारी गति बढ़ती जाती है। വാഗ്ദത്തത്തിലോട്ടുള്ള സ്പീഡ്, वायदे की ओर की गति, അഭിഷേകത്തിന്റെ സ്പീഡ്, अभिषेक की गति നിയോഗത്തിന്റെ സ്പീഡ്, और नियुक्तपन की गति, ദർശനത്തിന്റെ സ്പീഡ്, दर्शन देखने की गति, ഓ ശുശ്രൂഷയുടെ സ്പീഡ്, सेवकाई की गति ഓ അത് വർദ്ധിക്കാൻ പോവാ. वो बढ़ने वाली है। സഭ സ്പീഡിൽ ഓടാൻ പോവാ. कलीसिया गति की ओर बढ़ने वाली है। ऐसे खाली अंदरों वो- അടകതന പ്രൗഢബ ബബ ശുഗദല ഘടകസിയാദന ആന്തൽ പ്രൗഢബല ഹസാന്തര അടകതന ഘടകസിയാദന ഘടകസിയ. നിങ്ങളുടെ സിസ്റ്റത്തെ ദൈവം തൊടുകയാ. तेरे संविधान को परमेश्वर बदल रहा ഇത് है। അനുസരണമുള്ള സിസ്റ്റമായി മാറാൻ പോവാ. तेरा संविधान आज्ञाकारी संविधान बनने അനുസരണമുള്ള वाला है। സിസ്റ്റം. आज्ञाकारी ഒരു संविधान। അനുസരണക്കേടിന് പിശാച് കാത്തു നിൽക്കുമ്പോ जब शैतान रुका है कि तू आज्ञा ना माने അവൻ ലജ്ജിക്കത്തക്ക നിലയിൽ वो शर्मिंदा होगा, ഇത് അനുസരണമുള്ള ഒരു സിസ്റ്റമായി മാറുക. क्योंकि तेरी संविधान आज्ञाकारी അനുസരണമുള്ള ഒരു संविधान, സിസ്റ്റം. आज्ञाकारी संविधान। रबाला बौडिया ആസാന്തരാദി शिमान दरगस्या അടകതന പ്രൗഢബ खांदल रबौडिया അടൽ ദുമാന ഹസ शमान दरगस्या ഡിഗതല ഘടകസിയാദന ഉഡബല ബബ ബബ അസന്തരാദിയാല അടകൽ പ്രൗഢബ ബബ റോഖോ ബഹസേ അടകതനെ ഗട റൂബല ഹസന്തരിയ റൂഖനബ ബബ അടകതന പ്രൗഢബ. रिबारगस्या കർത്താവിനെ ചലിപ്പിക്കുന്ന അനുസരണം. ऐसी आज्ञा मानने वाला व्यक्ति जो स्वर्ग- परमेश्वर को कार्य करने में मजबूर करे, സ്വർഗത്തെ തുറക്കുന്ന അനുസരണം.
ऐसा आज्ञा मानने वाला व्यक्ति जो स्वर्ग को खोल दे, സ്വർഗത്തെ തുറക്കുന്ന അനുസരണം, स्वर्ग को खोल देने वाला एक व्यक्ति, ഓ ദൈവത്തെ എഴുന്നേൽപ്പിക്കുന്ന അനുസരണം, परमेश्वर को अपने सिंहासन के खड़ा करने वाला ദൈവത്തെ व्यक्ति, ചലിപ്പിക്കുന്ന അനുസരണം परमेश्वर को कार्य कराने वाला അതിവിടെ व्यक्ति, തുറക്കുകയാ. वो आज यहाँ बन रहा നിന്റെ है। സിസ്റ്റത്തെ ദൈവാത്മാവ് തൊടുക. तेरे संविधान को परमेश्वर की ഒരു आत्मा छू रहा है। ഒരു പ്രത്യേക കൃപ നിന്റെ മേൽ एक ഇറങ്ങുക. खास कृपा ഒരു उतर रही है। അനുസരണത്തിന്റെ മേൽ, ये तेरे ഒരു आज्ञा मानने के അനുസരണത്തിന്റെ ऊपर അഭിഷേകം, एक आज्ञा मानने वाली अभिषेक, അനുസരണ അഭിഷേകം. एक आज्ञा मानने वाली अभिषेक। उड़ा रबश्यम സകദന പ്രൗഢ रगा रबलबा उड़म വികാദന ഘടകസി रिखांदा रबा उड़िया അതകദന പ്രൗഢ ബാബ शमान दरगस्या അതകദന സാഗദ. रेखो द्वारे बाउडिया अंदर എഴുന്നേറ്റ് ചുമ്മാ നിക്കല്ലേ, ऐसे ही ना खड़े रहे, ചുമ്മാ നിക്കല്ലേ, ऐसे ही ना खड़े വാ रहे, പൂട്ടി നിക്കല്ലേ. मुंह बंद कर कर നിങ്ങൾ खड़े ना ദൈവത്തോട് रहे। സംസാരിക്കണം. आप परमेश्वर से बात ഇത് करें। ചിലതൊക്കെ ഇവിടെ സംഭവിക്കുന്ന സമയ. कुछ चीजें हो रही है यहाँ എനിക്ക് पर, വ്യക്തമായിട്ട് അറിയാം. मैं जानता हूँ സോളിൽ ചിലതൊക്കെ സംഭവിക്കാം. मन के स्तर पे कुछ चीजें हो रही है। അതകദന പ്രൗഢ നിന്നെ ആള് മാറിയവനെ പോലെ, तेरे व्यक्तित्व को बदल रहा ആള് है, മാറിയവളെ പോലെ. तेरे व्यक्तित्व को बदल रहा ഓ है। അനുസരണം നിന്നിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുക. आज्ञाकारी बनना ये तेरे अंदर जन्म हो അതിനൊരു रहा है। ഗ്രേസ് ഇവിടെ മൂവ് ചെയ്യുക. उसकी एक कृपा उंडेली जा रही है। ओ रबला बौड़ा बरबला बरसिया रबा रिखंदला रबा उड़िया अंदर रस्सी बाला बरबा बाबा ओ रगदला रबला रबा रिखंदला रस्सिया। तेरी कृपा काफी है। तेरी कृपा काफी है, तेरी कृपा नहीं तो मैं कुछ भी नहीं। तेरी कृपा चाहिए, तेरी कृपा काफी है, तेरी कृपा नहीं तो मैं कुछ भी नहीं। यीशुआ मुझे बुलाने वाले, मुझे छूने वाले, तेरे बिना मैं कुछ नहीं। मुझे बुलाने वाले, मुझे छूने वाले, तेरे बिना मैं कुछ नहीं। मैं जी रहा तेरी कृपा से, भला बड़ा तेरी कृपा से, ऊंचा उठाया तेरी कृपा ने। मैं जी रहा तेरी कृपा से, भला बड़ा तेरी कृपा से, ऊंचा उठाया तेरी कृपा ने। तेरी कृपा, तेरी कृपा चाहिए, तेरी कृपा काफी है, तेरी कृपा नहीं तो मैं कुछ भी नहीं। तेरी कृपा चाहिए, तेरी कृपा काफी है, तेरी कृपा नहीं तो मैं कुछ। तेरी कृपा चाहिए, तेरी कृपा चाहिए, तेरी कृपा काफी है, तेरी कृपा नहीं तो मैं कुछ भी नहीं। तेरी कृपा चाहिए, तेरी कृपा काफी है, तेरी कृपा नहीं तो मैं जी रहा तेरी कृपा से, भला बड़ा तेरी कृपा से, ऊंचा उठाया है तेरी कृपा ने। ओ मैं जी रहा तेरी कृपा से, भला बड़ा तेरी कृपा से, ऊंचा उठाया है तेरी कृपा ने। तेरी कृपा चाहिए,
तेरी कृपा काफी है, तेरी कृपा नहीं तो मैं कुछ भी नहीं, तेरी कृपा चाहिए, तेरी कृपा काफी है, तेरी कृपा नहीं तो ओ यीशुआ। ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, हमारे स्वर्गीय पिता, അങ്ങയുടെ സന്നിധിയിൽ ഒരുക്കപ്പെട്ട ശബ്ദത്തെ ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നീ അയച്ചല്ലോ. आपके उपस्थिति में तैयार किया गया हुआ आपके उस आवाज को आपने हमारे बीच में उंडेला, इसके लिए ഞങ്ങൾ धन्यवाद पिता। അത്യാവശ്യം കേട്ട് ഗ്രഹിച്ച് ജീവിക്കേണ്ട ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. और बहुत ही निर्णायक रूप में हम सुने, ग्रहण करें इस आवाज को आपने हमारे ऊपर उंडेला, इसके धन्यवाद प्रभु। ഞങ്ങൾ അതിന് ദൈവത്തിന് നന്ദി പറയും. हम उस आवाज के लिए प्रभु आपको धन्यवाद देते हैं। നീ ഞങ്ങളുടെ മനസ്സിനെ തൊട്ടല്ലോ, आपने हमारे मन को छुआ, ഞങ്ങളെ പുതുക്കിയല്ലോ, आपने हमारे अंदर नयापन लाया, പുതിയൊരു ലെവലിലേക്ക് ഞങ്ങളെ തിരിച്ചല്ലോ. आपने हमें नए स्तर पर हमें ले गया। അനുസരണത്തിന്റെ പുതിയൊരു ഡെഫിനിഷൻ ഞങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനാൽ സ്തോത്രം. आज्ञाकारी का नया एक वर्णन, एक अर्थ आप हमारे अंदर से ला रहे हो प्रभु। കർത്താവെ, അനുസരണത്തിന്റെ ഒരു പര്യായമായി ഞങ്ങളെ മാറ്റണം. और आप हमको आज्ञाकारी का एक मान्य जो है एक वर्णन बनाकर आप हमको खड़ा कर रहे हो, इसके लिए धन्यवाद। അതിനായി നിന്റെ കൃപ ഞങ്ങളുടെ മേൽ അയച്ചല്ലോ. और उसके लिए आप आपके कृपा को हमारे ഞങ്ങളുടെ ऊपर उंडेले, ഞങ്ങളുടെ സ്പീഡ് നീ വർദ്ധിപ്പിച്ചാണ്. हमारे गति को आप बढ़ाना। കർത്താവിനെ അനുസരിക്കുന്ന ഒരു കൂട്ടം ഇവിടെയുണ്ടെന്ന്. प्रभु की आज्ञा मानने वाला एक झुंड यहाँ पर है। സ്വർഗത്തെ ചലിപ്പിക്കുന്ന അനുസരണമുള്ളവർ ഇവിടെ ഉണ്ടെന്ന്. स्वर्ग को कार्य में लाने वाला, स्वर्ग को खोलने वाला एक झुंड यहाँ पर है। സ്വർഗത്തെ ചലിപ്പിക്കുന്ന അനുസരിക്കുന്നവർ ഇവിടെ ഉണ്ട്. स्वर्ग को कार्य में लाने वाला, उसकी आज्ञा मानने वाली एक झुंड यहाँ पर है। കർത്താവ് തെളിയിക്കാൻ പോകുന്നതിനാൽ हाँ प्रभु, आप वो साबित करने वाले हो, इसके ഞങ്ങളെ लिए അതിനായി സമർപ്പിക്കും. इसके लिए हम अपने आप को समर्पित करते हैं। ഈ ആഴ്ച ഞങ്ങളുടെ ഓട്ടം സ്പീഡുള്ളതാകട്ടെ. प्रभु ये हफ्ता आम आज्ञाकारी बनने वाला हफ्ता बन जाए प्रभु। ഈ ആഴ്ച ഞങ്ങളുടെ ഓട്ടം വേഗതയുള്ളതാണ്. प्रभु ये हफ्ता हमारी दौड़ गति में बढ़ने वाली हफ्ता बन जाए। കർത്താവെ, അനുസരണത്തിൽ ഓടാൻ ഞങ്ങളെ ഇടയാക്കി. आज्ञाकारी में दौड़ने के लिए आप हमें मदद करें। കർത്താവിനെ തെളിയിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റി. प्रभु आपको साबित करने वाले लोग हम बन जाए। കർത്താവ് ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ ഞങ്ങളിലൂടെ ചെയ്താട്ട്. प्रभु आप चाहने वाले वो श्रेष्ठ चीजें हमारे अंदर से प्रकट हो നിന്റെ जाए। ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. आपके बच्चों को मैं आशीषित करके प्रार्थना करता हूँ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ये आशीष बन जाए। അവരുടെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത ബ്യൂട്ടിഫുൾനെസ് കൊണ്ട് നിറഞ്ഞ ഒരു വീക്ക് ഉണ്ടാകട്ടെ. उनके जिंदगी में अभी तक प्रकट नहीं हुआ वैसा सुंदरता उनके जिंदगी में प्रकट होकर ये हफ्ता वो बिताए। കർത്താവ് ചെയ്യുന്നതിനാൽ സ്തോത്രം. प्रभु आप वो कार्य कर അത് रहे അവരുടെ हो, इसके लिए വീടുകളിൽ धन्यवाद। വെളിപ്പെട്ടാട്ട്, वो उनके घरों में प्रकट हो അത് जाए, അവരുടെ ഓഫീസിൽ വെളിപ്പെട്ടാട്ട്, उनके ऑफिसेस में അവരുടെ प्रकट हो जाए, ഫാമിലി ലൈഫിൽ उनके വെളിപ്പെട്ടാട്ട്, पारिवारिक जिंदगी में प्रकट हो പ്രൊഫഷണൽ जाए, ലൈഫിൽ വെളിപ്പെട്ടാട്ട്, उनके प्रोफेशनल लाइफ में प्रकट हो സ്പിരിച്വൽ जाए, ലൈഫിൽ വെളിപ്പെട്ടാട്ട്. उनके आत्मिक जीवन में प्रकट हो കർത്താവ് जाए। ചെയ്യാൻ പോകുന്നതിനാൽ സ്തോത്രം. प्रभु आप वो कार्य करने वाले हो, ഈ इसके लिए ജനത്തെ धन्यवाद। അനുഗ്രഹിച്ചതിനാൽ നന്ദി. बच्चों को आशीषित किया, इसके लिए धन्यवाद। യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में मांगते हैं, ആമേൻ. आमेन। ആമേൻ.